ഒരു കോളേജിന്റെ ഓണറോ അല്ലെ മാനേജറോ ഈ ഒരു ജംഗ്ഷനിൽ കൊണ്ട് വണ്ടി നിർത്തും. കുറെ പേര് അവിടെ നിന്ന് വരും, രാവിലെ പണിക്ക് വരും. ബംഗാളികൾ വരുന്ന പോലെ വരും. എന്നിട്ട് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളികൾ എന്താ പറയുക, കൽപ്പണിക്കും മറ്റു പണിക്കൊക്കെ ആളുകളല്ലേ തന്നെ. ഓരോ സബ്ജക്റ്റിന്റെ വരെ പറയാം. മെഷീൻ ലേണിംഗ് ഉണ്ടോ, മെഷീൻ ഡിസൈൻ ഉണ്ടോ, അതുപോലെ സബ്ജക്ട് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഗ്രാഫിക്സ്, ഇതേപോലെ ഓരോന്ന് പറയും. എന്നിട്ട് അവർ ചോദിക്കും കാനമിലേക്ക് ഡ്രഗ്സ് യൂസ് കൂടുതലായി കാണുന്നില്ലേ. അപ്പൊ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു എടുക്കൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് എസ്പെഷ്യലി നമ്മള് ഇന്ത്യൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഞാൻ പറയാം കേരളത്തിലുള്ള ആൾക്കാർ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ കൂടുതലായിട്ടുണ്ട് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പൊ അത് ഡ്രസ്സിംഗ് ആയാലും വേറെ കാര്യങ്ങളായാലും. അപ്പൊ അതിൽ നിന്ന് തന്നെ വന്നൊരു സംഗതി ആവാം ഡ്രഗ്സും. ഞാൻ ഇപ്പൊ അടുത്തൊരു സാധനം കണ്ട്, കൊച്ചി രാജാവിന്റെ ഒരു സീനാ. അതില് വിജയരാഘവന്റെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക, വന്നിട്ട് നേരെ കയ്യിൽ വെച്ചിട്ട് അപ്പൊ എന്താ വലിക്കുന്നത്, അച്ഛനല്ലേ പറഞ്ഞു കള്ളവും കഞ്ചാവൊന്നും പാടില്ല. കുട്ടികൾ എന്താ പറയുക, ആ ജനറേഷനിലെ മൊത്തത്തിൽ ബ്ലെയിം ചെയ്യുന്ന രീതിക്കാണ് എല്ലാ മീഡിയയിലും ബാക്കിയുള്ളവർ സംസാരിക്കുന്നത്. കുട്ടികൾ വളരുന്നത് അവർ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാരലൽ ഒക്കെ എന്താ പറയുക യൂണിവേഴ്സിലല്ല അവർ വളർന്നു വരുന്നത്. അവർ വളർന്നു വരുന്നത് എല്ലാ തലമുറയിലുള്ള ആളുകളും ജീവിക്കുന്ന ഇതേ തന്നെയാണ് വളർന്നു വരുന്നത്. ആ തലമുറയിലുള്ള ആളുകളെ മാത്രം ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇപ്പം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഗോകുൽ. വെൽക്കം ടു ഹോളി ഹാബിറ്റാറ്റ്. അപ്പോൾ ഞാനും ഗോകുലും എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു മെസ്സേജ് അയച്ചു, യു ക്യാൻ ഹാവ് എ ടോക്ക് ഇൻ അവർ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഓഫ്കോഴ്സ് അവൻ ഓൾറെഡി റെഡി ആയിരുന്നതിന്. അപ്പോൾ നമുക്ക് ഈ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് പരിപാടി പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുക, അവരായിട്ട് നല്ല കോൺവെർസേഷൻസ് ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ 2021 പോളണ്ടിലോട്ട് വരുന്നത്. അപ്പോ 4 വർഷത്തോളായി വന്നിട്ട്. അപ്പൊ ഞാൻ ആദ്യം ജോലിക്ക് കയറിയപ്പോ തൊട്ടുള്ള പരിചയമാണ് നൗഫലായിട്ട്. എങ്ങനെയുണ്ട് നൗഫല്? അത് ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, അല്ലപ്പോ ഓഫീസിലിരിക്കുമ്പോ കാണും, അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടു. ഞാൻ മലയാളത്തിൽ സംസാരിക്കില്ലായിരുന്നു ആദ്യം, പിന്നീട് മനസ്സിലായി മലയാളിയാന്ന്. അല്ല, ഇംഗ്ലീഷിൽ സംസാരിച്ചോണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരായിരിക്കും. ഇപ്പൊ വസി ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നിരുന്നത് വസി, ഞാനൊരു ടീമിലാ. ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നത് 2 മാസം കഴിഞ്ഞിട്ടാ. ഒരു ടീമില് ഒരേ സമയത്ത് ഹഡിലും വർക്ക് ചെയ്തിരുന്ന ആള് ഓഫീസിൽ മലയാളം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇവൻ മലയാളിയാണെന്ന് എനിക്കറിയായിരുന്നു. ഞാനെന്തോ നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു. അതെന്താ നിങ്ങൾ മലയാളം സംസാരിച്ച ഫൈൻ എന്തുണ്ട്? നമ്മളെവിടെ ഒന്നും കുഴപ്പമില്ലല്ലോ. നാട്ടില് പറവൂര്, എറണാകുളം. ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യണത് ഇപ്പൊ എന്താ ബാങ്കിൽ തന്നെയാണ്? അല്ല, ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന PWC. എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? കൂളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ അല്ലേ? കുറച്ച് ഒരു 9 മാസം. നാട്ടില് എന്തെങ്കിലും ജോലി? നാട്ടില് ഞാൻ സത്യം പറഞ്ഞ 2016 ആണ് ഞാൻ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആവുന്നത്. എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ ഒരു ഫീൽഡ്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് 2 വർഷം ഞാൻ CMA സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. 2 വർഷം പഠനമായിരുന്നു. അതിന് കോളേജിൽ നിന്ന് ഇറങ്ങി 2 വർഷം പഠിച്ച് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 18 ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ പഠിപ്പിക്കാൻ കയറി അധ്യാപകനായിട്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു എന്താ പറയണ, ആ സമയത്ത് എനിക്ക് 20-21 വയസ്സുള്ളൂ. അപ്പൊ കോച്ചിങ് ഒക്കെ പോലെ വലിയ വലിയ അധ്യാപകരുണ്ട് അവിടെ. അപ്പൊ അവരുടെ ക്ലാസ് കഴിയുമ്പോ എന്താ പറയാ, അവരുടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. അത് കഴിഞ്ഞൊരു 4 മാസം 6 മാസം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ വേറൊരു ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ച് ഹെഡ് ആയിട്ട് പോയി. ട്രിവാൻഡ്രത്ത് ബ്രാഞ്ച് തുടങ്ങി. അപ്പൊ അവിടെ ബ്രാഞ്ച് ഹെഡ് ആയിട്ട് പോയി. അപ്പൊ അവിടെ കുറച്ച് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഒരു 3 വർഷത്തോളം ഏകദേശം ഈ പറഞ്ഞ അധ്യാപനമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ എഞ്ചിനീയറിംഗ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് പഠിക്കാന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ അതില് കുറെ മാനേജ്മെന്റ് പേപ്പേഴ്സ് ഉണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഒക്കെ പോലെ കുറെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അന്നത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016-15 കാലഘട്ടത്തിലെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA ഉള്ള ഒരു അതായിരുന്നു എല്ലാവരും ട്രെൻഡ്. അതായത് മാനേജിങ് ഫീൽഡിലോട്ട് പോവാ, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു സംഭവം. എഞ്ചിനീയറിംഗിൽ തന്നെ ഇപ്പൊ എല്ലാ ബ്രാഞ്ചിലും ഇല്ല, മെക്കാനിക്കൽ ഇതുപോലെ കുറെ മാനേജ്മെന്റ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് MBA എല്ലാവരും ചെയ്യുന്ന, അപ്പൊ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ് CMAയിലോട്ട് പോകുന്നത്.
പക്ഷെ അവിടെ ലോക്കായി പോയി. പിന്നെ തിരിച്ച് എഞ്ചിനീയറിംഗിലോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഹാപ്പി ആയിരുന്നു. അല്ല എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള തന്നെയാണോ, അതായത് അങ്ങനെ അതൊരു ഫ്ലോയിന്റെ കൂടെ പോയതാ, അല്ലെങ്കിൽ താല്പര്യപ്പെട്ട് ആ പോയതല്ല. സമയത്ത് എനിക്ക് അല്ലെങ്കിൽ തോന്നുന്നു ഡോക്ടർ അല്ലല്ലോ എഞ്ചിനീയർ. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഭയങ്കരമായിട്ട് എസ്പെഷ്യലി സിവില് സിവില് മെക്കാനിക്കൽ സിവില് കൂടുതൽ ഈ 2008 റിസഷൻ വന്ന സമയത്ത് അതിന് മുന്നേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് എഞ്ചിനീയറിംഗ് കോളേജ് പോപ്പുലർ ആയ ടൈമുണ്ട്, 2000-ന്റെ തുടക്കം. നാട്ടിലെ എഞ്ചിനീയറിംഗ് സ്ട്രീം പോപ്പുലർ ആയ അതിന് മുന്നൊക്കെ ബികോം എംകോം ആ ഒരു സമയം. അതിന് എഞ്ചിനീയറിംഗ് പോപ്പുലർ ആയ സമയം ഇപ്പോഴ് ട്രിവാൻഡ്രത്ത് CET കോളേജും അതുപോലെയുള്ള കോളേജുകളൊക്കെ ഭയങ്കര എന്താ പറഞ്ഞ എലൈറ്റ് ക്ലാസ്സിലോട്ട് വന്ന സമയത്ത് എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് എടുത്തിരുന്നത്, കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും. ഈ 2008 റിസഷൻ വന്നപ്പോൾ ഈ IT കാരുടെ പണി എല്ലാം പോയി. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഇപ്പൊ സിറ്റി ബാങ്ക് തന്നെ ഒരു 3 ലക്ഷം പേര് എന്തോ ഫയർ ചെയ്തു. അതുപോലെ IT കാർ ഒരുപാട് പേര് ജോലി ആ സമയത്ത് പോയി. ആ സമയത്താണ് സ്ട്രീം മാറിയിട്ട് സിവിലും മെക്കാനിക്കലും വന്നു. ആ ഫ്ലോയിലാണ് ഞാൻ മെക്കാനിക്കലിലും ആ ഒരു ട്രെൻഡിലല്ലേ. ആ ഒരു ട്രെൻഡ്. പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കല്ലെടുത്ത് മുകൾ കയറുന്ന താഴെ വീണത് ഒരു എഞ്ചിനീയർ തല. ഇപ്പൊ ഞങ്ങള് പഠിച്ച കോളേജിൽ തന്നെ ഇല്ല എന്ന് പറയാം, പിള്ളേരില്ല, എല്ലാവരും വേറെ സ്ട്രീമിലോട്ട് പോയി തുടങ്ങി. പിന്നെ സ്ട്രീം മാറി തുടങ്ങി. പണ്ടത്തെ പോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതുപോലത്തെ സ്ട്രീം മാറിയിട്ട് ഇപ്പൊ എന്തോ AI ഒക്കെ പോലത്തെ ഉള്ള സ്ട്രീമുകളൊക്കെയാണ് എഞ്ചിനീയറിംഗിൽ റിലേറ്റഡ്. ഒരുപാട് ഇങ്ങനെ സ്ട്രീമുകൾ മാറണ കുറെ കാര്യങ്ങൾ നാട്ടിൽ തന്നെ. ഇപ്പൊ ഒരുപാട് കോളേജുകൾ ഇപ്പോ നാട്ടിൽ മറ്റേ ഈ ഇതിന്റെ മുകളിലൊക്കെ കോളേജുകൾ ചെറിയ ചെറിയ ഇതിലൊക്കെ പല കോഴ്സുകൾ പറഞ്ഞിട്ട് പല കോളേജ്. എക്സാക്ട്ലി. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് അത്യാവശ്യം ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഈ ടവർ പോലെ എഞ്ചിനീയറിംഗ് കോളേജ് കൂടുന്ന ടൈമാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ കുറെ ഒരാളുടെ പേര് വെച്ചിട്ടൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ ഈ സമയത്ത് ഈ പുള്ളിക്കാരൻ എടുത്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അവർ പെരുമ്പാവൂർ ബംഗാളികള് ജോലിക്ക് ഒന്നും നിൽക്കില്ലേ വഴിയിൽ. അപ്പൊ ഇതേപോലെ ഭയങ്കര ഹിറ്റായിരുന്നു ഞങ്ങളുടെ കോളേജിൽ 1-2. അന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയ ഇത്ര ഇതല്ലാത്തോണ്ട് ഹിറ്റ് ആവാണ്ട് പോയതാ. പക്ഷെ അടിപൊളി കണ്ടന്റ് ആയിരുന്നു അത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജിന്റെ ഓണറോ അല്ലെ മാനേജറോ ഈ ഒരു ജംഗ്ഷനിൽ കൊണ്ട് വണ്ടി നിർത്തും. കുറെ പേര് അവിടെ നിന്ന് വരും, രാവിലെ പണിക്ക് വരും, ബംഗാളികൾ വരുന്ന പോലെ വരും. എന്നിട്ട് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളികൾ എന്താ പറയുക, കൽപ്പണിക്കും മറ്റു പണിക്കൊക്കെ ആളുകളല്ലേ വരണേ. ഇത് ഓരോ സബ്ജക്റ്റിന്റെ വില പറയാം. മെഷീൻ ലേണിംഗ് ഉണ്ടോ, മെഷീൻ ഡിസൈൻ ഉണ്ടോ, അതുപോലെ സബ്ജക്ട്, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഗ്രാഫിക്സ്, ഇതേപോലെ ഓരോന്ന് പറയും. എന്നിട്ട് അവര് ചോദിക്കും കാനമിലേക്ക് എന്നിട്ട് വണ്ടി കയറ്റിക്കൊണ്ടു. ആ സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായത് അത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ സമയത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമും ഇതുപോലുള്ള ട്രോൾ പേജുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ വടക്കൻ സെൽഫിനൊക്കെ ശേഷം ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിനോടൊക്കെ ഭയങ്കര ഒരു പുച്ഛം പോലെ രീതിയിലുണ്ട്. ഒരു കൈൻഡ് ഓഫ് എന്താ വേർഡ് ഒരു അണ്ടർറേറ്റഡ് ടൈപ്പ്. അണ്ടർറേറ്റഡ് അല്ല. ഇപ്പൊ എനിക്ക് ഒരു കാലത്ത് നമ്മള് പാരന്റ്സ് ഒക്കെ അവരും ഡോക്ടർ ഓർ എഞ്ചിനീയർ സെറ്റപ്പ് അല്ലേ. അപ്പൊ പക്ഷെ അതിനത് വെർത്താണോന്നില്ല. കാരണം കുറെ ആൾക്കാർ അന്നും പേരിന് എഞ്ചിനീയർ ആവും, ജോലി കിട്ടില്ല. പക്ഷെ ഭയങ്കര സ്ട്രഗിൾ ആണ് അത് പഠിച്ചു തീർക്കാനല്ലേ. പഠിക്കാനും കുറെ ഉണ്ട്, കുറെ സെമസ്റ്ററുകൾ ഉണ്ട്. അത് മാത്രല്ല, കഴിഞ്ഞിട്ട് ജോലി കിട്ടി കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവന് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ ജോലിയൊക്കെ കിട്ടി ഇവൻ പോകുമ്പോ പറയും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബംഗാളിക്ക് ഇതിന്റെ എടുക്കുന്ന ബംഗാളിക്ക് എന്നെക്കാട്ടിലും സാലറി ഉണ്ട്. ഇവൻ വന്ന് ഇറങ്ങുന്നത് ഒരു നല്ല കാറിലും ഒക്കെ ആയിരിക്കും, പക്ഷെ സാലറി ഇല്ല. കാരണം അത്രയും ആൾക്കാരുണ്ടാവുമ്പോ ഒബ്വിയസ്ലി സാലറി കൊടുക്കുന്നില്ലല്ലോ. ഇതില്ല, കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. സോ ഏറ്റവും പൈസ കുറവിന് ആളെ കിട്ടുവാണെങ്കിൽ അത് സെയിം സ്കീം തന്നെയാണല്ലോ ഇവിടെ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇഷ്ടംപോലെ കമ്പനികൾ പോളണ്ടിൽ നിന്ന് നിർത്തി പോകുന്നതുകൊണ്ട് അതിലും ചീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഫിലിപ്പൈൻസിലെ മനില, ഇന്ത്യ, വിയറ്റ്നാം, ഈവൻ ആഫ്രിക്കയിലോട്ടും പല യൂണിറ്റുകളും പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഡാറ്റ യൂറോപ്പിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രൊജക്ടുകൾ മാത്രമാണ് ഇപ്പൊ യൂറോപ്പിലുള്ളത്. ഫോർ എക്സാമ്പിൾ ചില ബാങ്കുകളുടെ ലക്സംബർഗ് ബേസ്ഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ബാങ്കുകളുടെ സർവീസ് സെക്ടർ പോളണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ട്. AML റിലേറ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന IT അടക്കം ഡാറ്റയിൽ വർക്ക് ചെയ്യുന്ന ഈ ഡാറ്റ ഈ സ്ട്രീം വിട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെഗുലേഷൻ ഉള്ളത് മാത്രമാണ് യൂറോപ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. ബാക്കിയെല്ലാം പോവാണ്. കോളേജ് ബേസ്ഡ് ഇപ്പൊ കോളേജിനെ പറ്റി പറഞ്ഞു. അപ്പൊ നാട്ടില് എന്തേലും ഏത് കോളേജിലെന്ന് പറഞ്ഞു? സോറി, ഞാൻ നാട്ടിൽ പഠിച്ചത് ഇലാഹിയ, മൂവാറ്റുപുഴ ഇലാഹിയ. ഓക്കെ. അപ്പൊ ഈ കോളേജിൽ ഇപ്പൊ ഈ ഇടയായിട്ട് കൂടുതൽ നാട്ടിൽ തന്നെ ബേസ് കോളേജിൽ എന്ന് പറയുന്നത് ആ ഒരു ഏജ് ആണ് അല്ലെ. ആ ഒരു ഏജിൽ ഇപ്പൊ ഒരു ഡ്രഗ്സ് യൂസ് കൂടുതലായി കാണുന്നില്ലേ. അപ്പൊ അതൊരു അഡ്രസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മളിന്ന് അതിനെപ്പറ്റി ഓൾറെഡി സംസാരിക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഒരു
കുറച്ച് കാലം കുറച്ച് കാലം ഒരു ട്രെയിനർ എന്ന രീതിയിൽ വർക്ക് ചെയ്തപ്പോൾ അവരെ പേരിലൊക്കെ അവരൊപ്പം ഇടപഴകിയ ഒരാളെന്നുള്ള രീതിയിൽ എന്തായി എങ്ങനെയും മാറ്റങ്ങളെ നോക്കി കാണുന്നത്? ഞാൻ പഠിപ്പിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് 2018 തൊട്ട് 21 വരെയുള്ള ടൈം. അപ്പൊ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 16 പാസ് ഔട്ടായി. അപ്പൊ ഞാൻ 18 പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ തൊട്ട് മുന്നത്തെ വർഷം, അതായത് 17 16 ഒക്കെ ആയിട്ട് 17 ആയിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയവരായിരിക്കും. എന്നുവെച്ചാൽ വലിയ ഈ എന്താ പറയണ ഗ്യാപ്പില്ല. ഈ ഞാനും ഇപ്പൊ വരുന്ന പിള്ളേരും തമ്മിൽ 1-2 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം 5 വയസ്സ്. അപ്പൊ അവർ ചിന്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഏകദേശം സെയിം. അപ്പൊ അവരിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെറിയ രീതിയിലുള്ള അഡ്വാൻസ്മെന്റേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ഇപ്പൊ വരുന്ന പിള്ളേര് ഇപ്പൊ എന്നെക്കാളും 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് എളുപ്പം ഉള്ള പിള്ളേരെന്ന് പറയുമ്പോൾ ജനറേഷൻ മാറി, അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം മാറി, അവർക്കെല്ലാം വിരൽത്തുമ്പിലാണ്. ഈ ഇന്റർനെറ്റ് ഉള്ള പോലെ തന്നെ ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ കേസ് പറഞ്ഞു, ഈ സാധനം ഇല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും അറിയാം. ചിന്തിച്ചു നോക്കിയ സത്യമല്ലേ? അതെ, അത് ഈ ബ്രേക്കിംഗ് ബാഡ് സീരീസ് കണ്ടിട്ടുള്ള ആളുകൾ 2008 തോന്നുന്നു അത് ഇറങ്ങുന്നത്. 2008 എന്ന് പറയുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് അവര് അവിടെയുള്ള ആളുകൾ, അമേരിക്കയിലുള്ള ആളുകൾ ഇതേപോലെ ജംഗീസ് ആയിട്ടുള്ള ആളുകൾ കുക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള കുക്ക് ചെയ്ത് ഉണ്ടാക്കി പ്രൊഫഷണൽ ക്വാളിറ്റിയിലൊന്നും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നാട്ടിൽ പണ്ട് വാറ്റിയ പോലെ, അതെ, വാറ്റിനൊക്കെ പോലെ അവര് ചെയ്യുന്നുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയതുകൊണ്ട് അവർക്ക് ഇതെല്ലാം സോഴ്സ് ചെയ്യാനും അറിയായിരുന്നു. നമ്മളെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ജനറേഷനിൽ, നമ്മളുടെ സിവിലൈസേഷനിൽ ഈ ഇമ്പ്രൂവ്മെന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു എക്സ്പോഷറൊക്കെ കിട്ടി തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഉപയോഗം വന്നതും, ഫോർ എക്സാമ്പിൾ പല സാധനങ്ങളും ഈ വെസ്റ്റേൺ പാശ്ചാത്യ രീതിയിലുള്ള പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ട്, അത് ഇപ്പൊ ലുലുമാളൊക്കെ വന്നതിന് ശേഷമല്ലേ നമ്മൾ പല ബ്രാൻഡുകളും കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ എക്സ്പോഷർ കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അത് കിട്ടിയിട്ടില്ല. എന്റെ പ്രായത്തിലൊന്നും എന്റെ പ്രായത്തിൽ ചിലപ്പോ അവരും ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 4-5 വർഷത്തിനിടെ എത്രത്തോളം ഡ്രഗ് കേസുകളാണ്. അപ്പൊ ഈ ഗോകുല് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു എടുക്കൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് എക്സ്പെഷ്യലി നമ്മളും ഇന്ത്യൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഞാൻ പറയാം കേരളത്തിലുള്ള ആൾക്കാരാണ് വെസ്റ്റേൺ കൾച്ചറിന് നമ്മൾ കൂടുതലായിട്ടുണ്ട് നമ്മൾ ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്രസ്സിങ് ആയാലും വേറെയുള്ള കാര്യങ്ങളായാലും. അപ്പോൾ അതിൽ നിന്ന് തന്നെ വന്നൊരു സംഗതി ആവാം ഡ്രഗ്സും, അല്ലേ? അത് ട്രെൻഡ് അനുസരിച്ചിട്ട്. അപ്പോൾ ഒബിയസ്ലി അവൈലബിലിറ്റി അതിനനുസരിച്ച് വന്നതോട് കൂടിയിട്ട് ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യണം, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? പക്ഷെ നമ്മളെ കാലഘട്ടത്തില്, അതായത് ഇപ്പൊ ഒരു 5 വർഷം മുമ്പ് നമ്മളൊരു സ്കൂൾ പഠിക്കുന്ന ടൈമില് അപ്പോഴൊന്നും സ്കൂളിലും ഈ കോളേജുകളിലും ഒന്നും ഇത്ര ഓപ്പൺ ആയിട്ട് അവൈലബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല ഇതിന്റെ സിറ്റുവേഷൻ. പേഴ്സണലി ഞാൻ കോളേജ് നമ്മൾ ഒരുമിച്ചാണ് ആ സമയത്താണ് കോളേജ്. എൻ്റെ ഒരു അനുഭവത്തിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇത്ര ഡ്രഗ്സ് ഇല്ല. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഇപ്പത്തെ സിന്തറ്റിക് ടൈപ്പുള്ള ഡ്രഗ്സ് ഒന്നും മാക്സിമം കഞ്ചാവ് അത് ഞാൻ കേട്ടിട്ട് പോലില്ല. അതെ, അത് ആ ടൈപ്പ് കാണുന്നില്ല. കഞ്ചാവാണ് കേൾക്കാത്ത എന്തോ കഞ്ചാവ് കേട്ടിട്ടുണ്ട്, പക്ഷെ സിന്തറ്റിക് കേട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോ അടുത്തൊരു സാധനം കണ്ടേ, കൊച്ചി രാജാവിന്റെ ഒരു സീനാ. അതില് വിജയരാഘവന്റെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക, വന്നിട്ട് നേരെ കയ്യിൽ വെച്ചിട്ട് അപ്പൊ എന്താ വലിക്കുന്നത്, അച്ഛനല്ലേ പറഞ്ഞു കള്ളവും കഞ്ചാവൊന്നും പാടില്ല. അപ്പൊ അന്നൊക്കെ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ എക്സ്പോഷർ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറയുന്ന ഏറ്റവും വിറ്റെന്താ വെച്ചാ, ഈ ഇപ്പൊ കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, എത്രത്തോളം സത്യം ഉണ്ട് എനിക്കറിയില്ല. പോലീസുകാര് കഞ്ചാവൊക്കെയാണ് കുഴപ്പമില്ല എന്നാ പറയുന്നത്. കഞ്ചാവൊക്കെ പിടിക്കുമ്പോ കാരണം ഇവര് അതിനെക്കാട്ടും മാരകമായിട്ടുള്ള സാധനങ്ങളാണ് എക്സൈസ് ഒക്കെ പിടിച്ചെടുക്കണത്. കഞ്ചാവൊക്കെ അത്ര ലിമിറ്റഡ് ആയി പോയി, ആൾക്കാർക്ക് എന്താ ചിന്തതായി. അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മന്ത്രി പറയുന്നത് കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞു. അപ്പൊ വേറൊരു നേതാവ് പറഞ്ഞത് കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞു, ശരിയാവും അവരടിക്കുന്ന വേറെ സാധനം, അതുകൊണ്ടാണ്. ആ വീഡിയോ കണ്ടിട്ടാണ്. കാരണം ഇപ്പൊ മറ്റേ ലൂസിഫറില് മറ്റേ മോഹൻലാൽ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ ഫണ്ടിങ് ഇവരെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒഴുകുന്നത് മറ്റേ നാർക്കോട്ടിക്സിന്റെ ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്നു പറഞ്ഞല്ലേ, അതൊക്കെ തന്നെ ചിലപ്പോ നടന്നുകൊണ്ടിരിക്കണത്. ഇതിനാ പറഞ്ഞോയാ ശരിയാണ്. പക്ഷെ ഓൾസോ വേറെ ഒരു കാര്യം ചോദിക്കേണ്ടത്, നമുക്ക് ഇത് മാത്രമാണോ
ഡ്രഗ്സ് മാത്രമാവോ ഇതിനൊക്കെ? ഞാൻ ഈ ഡ്രഗ്സിന്റെ യൂസേജ് ഇപ്പൊ വരാൻ കാരണം ന്യൂസ് ഇപ്പൊ അത് വെച്ചിട്ടുള്ള വയലൻസും ക്രൈമും ഒക്കെ അല്ലേ, പക്ഷെ അത് മാത്രമാണെന്ന് പറയാൻ പറ്റും? നമുക്ക് എന്താ തോന്നുന്നത്? അത് എന്താ പറയാ, ഒരു ഗ്രൂമിങ് കുറവാണ്. അതായത് കുട്ടികൾക്ക് കിട്ടുന്ന എന്താ പറയുക, അവർ വളർന്നു വന്ന സാഹചര്യത്തില് അവർക്ക് കിട്ടിയിരുന്ന, നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഒരു അസീലിന്റെ വീഡിയോ ഉണ്ട്. അസീലിന്റെ വീഡിയോയിൽ നമ്മൾ പുതിയ കുട്ടികൾ എന്താ പറയണ, ആ ജനറേഷനിലെ മൊത്തത്തിൽ ബ്ലെയിം ചെയ്യുന്ന രീതിക്കാണ് എല്ലാ മീഡിയയിലും ബാക്കിയുള്ളവരും സംസാരിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ കാര്യം. കുട്ടികൾ വളരുന്നത് അവർ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാരലൽ ഒക്കെ എന്താ പറയണ യൂണിവേഴ്സിലല്ല അവർ വളർന്നു വന്നത്. അവര് വളർന്നു വന്നത് എല്ലാ തലമുറയിലുള്ള ആളുകളും ജീവിക്കുന്ന ഇതേ തന്നെയാണ് വളർന്നു വരുന്നത്. അപ്പോ ആ കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തില്, അല്ലെങ്കിൽ അവര് എന്താ പറയുക സൊസൈറ്റിയില് ഓരോ വിഷയങ്ങളോട് റിയാക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തെറ്റായിട്ടാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിവരെ ഉത്തരവാദിത്വം ആ സൊസൈറ്റി തന്നെയല്ലേ. അവരുണ്ടാക്കിയ സൊസൈറ്റി അല്ലല്ലോ അത്, കുട്ടികള് വളർന്ന സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അതിന്റെ മുന്നത്തെ ജനറേഷന്റെ സൊസൈറ്റിയാണ്. ഈ നമ്മള് ജോക്കർ സിനിമയില്, ജോക്കർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, അതിലവിടെ എന്താ പറയുക സൊസൈറ്റീനെ അല്ലേ ബ്ലെയിം ചെയ്യുന്നത്. ഇയാള് വളർന്നു വരുന്ന സൊസൈറ്റീനെയാണ്, സൊസൈറ്റീനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയല്ലേ ഇവിടെ. ഇവർക്ക് ഇപ്പൊ ആസില് പറഞ്ഞ പോലെ ഇവർക്ക് എന്താ പറയണേ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക്, നമ്മൾ പണ്ടത്തെ കാലഘട്ടം എങ്ങനെയാ, ഈവൻ ഞങ്ങളുടെ കാലഘട്ടമാണെങ്കിലും അതിന് മുന്നത്തുള്ള കാലഘട്ടമാണെങ്കിലും ഈ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മേളനോ അല്ലെങ്കിൽ ഉത്സവോ അതൊക്കെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളും ത്രെഡ് ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്യാതറിംഗ് ആണ്. നമ്മള് മറ്റേതെന്ന് വെച്ചാൽ സോഷ്യൽ ഗ്യാതറിംഗ് ആണ്, ഫിസിക്കൽ ആയിട്ടുള്ള ഗ്യാതറിംഗ്. അവിടെ ഓരോരുത്തർക്ക് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, നമ്മളെ ഗസ്റ്റേഴ്സ് എങ്ങനെ പോകേണ്ടതെന്ന് അറിയാം, പേഴ്സണൽ സ്പേസ് എന്താണെന്ന് അതെല്ലാം ഡിഫൈൻഡ് ആയിരുന്നു. ഇതിങ്ങനെ ഈ ഒരു ഓൺലൈൻ മീഡിയയിലെ സോഷ്യൽ മീഡിയയുടെ ഇതിലോട്ട് വരുമ്പോ ഇതൊന്നും ഡിഫൈൻഡ് അല്ല. ഇവർക്ക് ഇത് എങ്ങനെ ഇവരിപ്പോഴും ഞാൻ പറയട്ടെ, ഈ കുട്ടികള് ഇതേപോലെ ഫിസിക്കലായിട്ടുള്ള ഗ്യാതറിംഗിൽ വന്നാൽ അവർക്ക് ചിലപ്പോ ബിഹേവ് ചെയ്യാൻ അറിയായിരിക്കും. അതേസമയം ഈ ഓൺലൈൻ മീഡിയയിൽ വരുമ്പോഴാണ് അതിനെന്താ പറയുക ഒരു പ്രോട്ടോകോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ഓൺലൈൻ മീഡിയയിൽ നമുക്ക് കുട്ടികൾ മാത്രല്ല, ഒരു പ്രായമായ ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ കമന്റ്സ് അവരെത്ര ഞാൻ കണ്ടിട്ടുണ്ട്. പലതിലും അവരുടെ പ്രൊഫൈൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല തോന്നുന്നുണ്ട്. പ്രൈവറ്റ് അക്കൗണ്ട് ഒന്നല്ല, ബാങ്ക് മാനേജറൊക്കെ പബ്ലിക്കായി വന്ന് കമന്റ് ഇടാ ഓരോ ഇതില്. അതെ, അടിയിലൊക്കെ പോയി എന്താ പറയുക, ഒരു ഫോട്ടോ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ പോയി കമന്റ് വീഡിയോസിന്റെ ഇടയിൽ. സൊസൈറ്റിയിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോ. അതെ, അവർക്ക് റെപ്യൂട്ടഡ് ആയ ആൾക്കാർ ഇവിടെ വരുമ്പോ അവര് പാനിക് ആവാണ്, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ട അറിയില്ല. അപ്പൊ എന്താ പറയണ, അതിപ്പോ നമ്മളൊരു ആ തലമുറയിലുള്ള ആളുകളെ മാത്രം ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഒബ്വിയസ്ലി ഒരു സാധനം ഉണ്ട്, അതായത് നമ്മുടെ തൊട്ട് താഴെയുള്ള ഒരു ജനറേഷനെ മുന്നത്തെ ജനറേഷൻ ഇങ്ങനെ പറയും, ഇപ്പത്തെ കുട്ടികളുടെ ഒരു ഇത് അത് നോർമൽ ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും അവരുടെ ജനറേഷനാണ് ഏറ്റവും ബെസ്റ്റ്. അവരുടെ താഴെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഒരു മുകളിലായിട്ടും എപ്പോഴും ഡിഫറൻസ് ഉണ്ട്. അല്ല, ഇപ്പൊ ഇതിലെ കമന്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വയലൻസിന്റെ പല ക്രൈം ന്യൂസ് ഇതൊക്കെ കാണുന്ന താഴത്തൊക്കെ എൽ ജനറേഷൻ, അതായത് ഈ ജനറേഷൻ ഫെയിലിയർ ആണ്, ഈ ജനറേഷൻ എങ്ങനെയാണ്. ബേസിക്കലി പറഞ്ഞ പോയിന്റ് പറഞ്ഞാൽ അവരല്ല ഈ ഇതുണ്ടാക്കിയത്, എങ്ങനെ നമ്മളപ്പോ അത് നന്നാക്കുക ഇവരെ. ഇപ്പൊ പ്രോപ്പർ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ അവരെ ബ്ലെയിം ചെയ്യലല്ലോ. സൊല്യൂഷൻ ഗവൺമെന്റിന്റെ പാഠ്യപദ്ധതിയിൽ വ്യത്യാസങ്ങൾ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് എഡ്യൂക്കേഷനിൽ എന്താ പറയണ, ഓരോ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിരുന്ന അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് ഓരോ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും സിലബസ് ആയാലും ഇതെല്ലാം എന്താ പറയുന്നത് ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ്. ആ കാലഘട്ടം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ സിലബസിൽ കൊണ്ടുവരണം. ഇപ്പത്തെ 20 വർഷം മുമ്പത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ. ഈവൻ നമ്മൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്ട് ഉണ്ട് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിൽ. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, അന്ന് എങ്ങനെയായിരുന്നു. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്ട്. അതുപോലെ ഫസ്റ്റ് ഇയറിൽ വരുന്ന എല്ലാവരും എന്താ പറയുക, എല്ലാ ബ്രാഞ്ചിന്റെയും ബേസിക് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കണം. ബേസിക് മെക്കാനിക്കൽ പോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ഇലക്ട്രോണിക്സ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയം 2012 ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസൽ എഞ്ചിൻ, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, ഒരു കാർനോട്ട് എഞ്ചിൻ ഉണ്ട്, ഒരു സ്റ്റെർലിംഗ് എഞ്ചിനും ഉണ്ട്.
ഇതൊക്കെ എന്താ പറഞ്ഞ ആദ്യം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന കാലഘട്ടത്തിലുള്ളതാണ്. 2012 അതൊക്കെ മാറി. അതിന് ആ സമയത്തിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപേ ടൊയോട്ട ഹൈബ്രിഡ് കാർ ഇറക്കിയത്. അതൊന്നും ഞങ്ങളുടെ നിലവിലില്ല. അപ്പൊ ഈ ഹൈബ്രിഡ് കാറിൽ എങ്ങനെയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നതും എന്താ പറയണ ഈ ഡിഫറൻഷ്യൽ ഗിയർ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് ഈ എഞ്ചിനീയറിംഗില്. ഈ ഹൈബ്രിഡ് കാറിൽ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ ടൊയോട്ടയുടെ കാർ ടൊയോട്ടയുടെ ഒരു എന്താ പറയുക പ്രയോസ് പറയാണ്. ഇതില് ഫസ്റ്റ് 30 കിലോമീറ്റർ അവർ വരെ ബാറ്ററിയിലും ബാക്കി ഇതിലോട്ടാണല്ലോ കമ്പഷൻ എഞ്ചിനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ പവർ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് പോകുന്നത്? ഇതിനേക്കാൾ വർഷങ്ങൾക്ക് മുന്നേ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ 2012 ഞാൻ പഠിക്കുന്ന സമയത്ത് ആ എഞ്ചിനീയറിംഗ് പാഠാവലിയിൽ അതില്ല. അതിനകത്ത് എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, ഒരു കാർനോട്ട് എഞ്ചിൻ ഉണ്ട്, ഒരു സ്റ്റെർലിംഗ് എഞ്ചിൻ ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പഠിച്ച് ഞാൻ അത് കഴിഞ്ഞ് 6ാമത്തെ സെമസ്റ്ററിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. അതിലും ഇതൊക്കെ തന്നെ. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡെപ്ത് കൂടും. ഓരോ സ്ട്രോക്കിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ തെർമോഡൈനാമിക്സും കൂടി കയറുമില്ലേ. തെർമോഡൈനാമിക്സ് കൂടി കയറി കഴിയുമ്പോൾ ഓരോ സ്ട്രോക്കിലും ആ ഇന്റേണലി വരുന്ന കാര്യങ്ങളിൽ കുറച്ച് സയന്റിഫിക് ആയിട്ട്, അത് പണ്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കുന്നു. പക്ഷെ പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ അപ്പോഴും ഞങ്ങൾ പഠിക്കണില്ല, അപ്ഡേറ്റഡ് അല്ല. എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഒരു ഞാൻ മഹാത്മാഗാന്ധി ഇതായിരുന്നു, എം ജി യൂണിവേഴ്സിറ്റി ആയിരുന്നു. എം ജി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും എന്താ പറയുക എലൈറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ എലൈറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയിൽ 2016 കാലഘട്ടങ്ങളിൽ ഞാൻ പാസ് ഔട്ട് ആവുന്ന സമയത്തും ഇൻഡസ്ട്രി അന്നത്തെ നിലവിലുള്ള ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ട് ആ പാഠ്യപദ്ധതി റിവൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരാണ് എന്താ പറയുക ജോലിയിലോട്ട് പോകുന്നത്. അവർക്ക് സയൻസ് നന്നായിട്ട് അറിയാം, കാരണം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ എല്ലാം ഈ പാഠാവലിയിലുണ്ട്. പക്ഷേ പുതിയ ടെക്നോളജി ഇവരെ പഠിപ്പിച്ചിട്ടില്ല. ഇവരാണ് ഈ മാർക്കറ്റിലോട്ട് പോയിരുന്നത്. ഞാനടക്കം മാർക്കറ്റിലോട്ട് വന്നത് ഈ എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇതേ എഞ്ചിനീയറിംഗിൽ 2016 ഇതേ നോളജ് ആയിട്ട് ഒരാള് ടെസ്റ്റിൽ പോയാൽ ടെസ്റ്റിലെ ജോലി കൊടുക്കുമോ? ഇല്ല. അന്നത്തെ ഇപ്പൊ പറഞ്ഞ വോക്സ്വാഗണിൽ പോയാൽ ജോലി കൊടുക്കുമോ? ഡാംലറിൽ പോയാൽ ജോലി കൊടുക്കുമോ? ഇല്ല. അത് നമ്മൾ ആരും അപ്ഡേറ്റഡ് അല്ല. അപ്പൊ വീണ്ടും പഠിക്കേണ്ടി വരും. ആ സമയത്തായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾ കൂടുതൽ പഠിക്കാനായിട്ട് പുറം രാജ്യങ്ങളിലോട്ട് പോയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും PG എടുക്കാനായിട്ട് പുറത്തും കാനഡയിലും ഓസ്ട്രേലിയയിലും ഇവിടെയൊക്കെ പോയിരുന്നത്. ഇതേ സെയിം സ്കീമാണ് കുട്ടികളുടെ കാര്യത്തിൽ നടക്കുന്നത്. അതായത് 10ാം ക്ലാസ് വരെ +2 വരെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ ഈ +1 +2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി സയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് പോവുകയാണെങ്കിൽ അങ്ങനെ ഈ 10ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിലാണ് ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത്. ഇതിനകത്ത് എന്താ പറയണേ ബിഹേവിയറലായിട്ട് എങ്ങനെ നമ്മൾ അതിന്റെ ഒന്നും ഇതിലില്ല. ബിഹേവിയർ മാനേഴ്സ് അതൊന്നും അത് ആക്ച്വലി ഒരു കിൻഡർ ഗാർഡൻ ടു ഒരു 5th സ്റ്റാൻഡേർഡ് ഒരു പ്രൈമറി സ്കൂൾ വരെ അല്ല അത് പഠിപ്പിക്കുന്നില്ലല്ലോ. ഈവൻ ദോ ഒരു മാനേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഹൗ ടു ബി ഇൻ ദ സൊസൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം ഫസ്റ്റ് A for Apple എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. എവിടെ മാനേഴ്സ് നമ്മളെ ഭാഷയിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാനേഴ്സ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. റോഡിൽ ഇറങ്ങി എന്ത് ചെയ്യണം? ഇവിടത്തെ കിൻഡർ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവൻ ടീച്ചറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കിൻഡർ ഗാർഡനിൽ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഒരു ദിവസം കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകും, എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, എങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ചെറിയ കുട്ടികളെ ഇവര് അക്കാഡമിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് സെക്കൻഡറി ആണ്. ഫസ്റ്റ് മാനേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോ അത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയാൽ സൊസൈറ്റിയിൽ എങ്ങനെ ആവണമെന്നുള്ളതിന്റെ ഒരു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോ ഹൗ ടു ഹാൻഡിൽ സോഷ്യൽ മീഡിയ എന്നൊരു സെപ്പറേറ്റ് നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതെല്ലാം അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ആ പ്രൊഫൈൽ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പെരുമാറണം, ഇതെല്ലാം പഠിപ്പിക്കണം. ഇതെല്ലായിടത്തും വേർ ടു ടീച്ച് എന്നുള്ളതാണ്. അതായത് അത് കുട്ടികളെ മാത്രമല്ല കേട്ടോ, മനസ്സിലാക്കാം. ഇത് വേർ ടു ടീച്ച് എന്നുള്ളതാണ്. അതായത് ഇത് സ്കൂളിൽ പഠിപ്പിക്കണോ അതോ പാരന്റ്സ്, അതായത് സ്കൂളിൽ ഇവര് പറയുന്നത് അക്കാഡമിക് ആയിട്ട് കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ പഠിപ്പിക്കണം. പക്ഷെ ഈ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം ടൈം സ്കൂളിലാണ്. വീട്ടിൽ കുറച്ച് സമയമേ ഉള്ളൂ, വളരെ കുറച്ച് സമയം കുട്ടിയുള്ളൂ. വരുന്നു, ചെറിയ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്നു, ഒരു 8 മണിയാകുമ്പോഴത്തേന് കുട്ടി കടന്നുറങ്ങുമ്പോൾ പിറ്റേന്ന് വീണ്ടും സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഒബ്വിയസ്ലി സ്കൂളിലല്ലേ ഇത് പഠിപ്പിക്കേണ്ടത്. അതെ, സ്കൂളിൽ അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി ലെവലിലാണ്. സ്കൂളിലല്ല അതെല്ലാം പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അതെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം അടങ്ങും. അക്കാഡമിക് മാത്രമല്ല, സയൻസും ഫിസിക്സും അല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമല്ല, അവൻ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ എന്താ പറയണേ ഹൗ ടു ബി എ ഹ്യൂമൻ ബേസിക്കലി ഇതെല്ലാം എങ്ങനെ ഹൗ ടു ബിഹേവ് ടു അനദർ പീപ്പിൾ, ആ ഒരു കാര്യങ്ങൾ പഠിക്കാൻ സത്യാണ്. അല്ല, ഇപ്പോ നമ്മളിപ്പോ ഇത് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇതിന് കാരണം ഡ്രഗ്സ് പറഞ്ഞു, പിന്നെ ഇവര് വളരുന്ന സർക്കംസ്റ്റാൻസസ് പറഞ്ഞു, പിന്നെ ഇവര്
പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമയും ഇതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്. മൂവി ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഞാനും ഷഹീനും ഇപ്പൊ അടുത്തൊരു ചർച്ച ഞങ്ങള് ജോലിയിൽ ഇതാണ് ഇതന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് എനിക്ക് പേഴ്സണലി തോന്നണം എന്താ അറിയോ, ഈ സിനിമയിൽ കാണിക്കണതെല്ലാം ഇന്റർനെറ്റിലും എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ്. ഇപ്പൊ ഇത് സിനിമ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ക്രൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ സിനിമ കാണണമെന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ പിന്നെ വേണ്ട മീഡിയംസ് നോക്കുകയാണെങ്കിൽ അല്ലാത്ത ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ് ഇന്റർനെറ്റിലും എല്ലായിടത്തും. സിനിമയിലുള്ളത് അല്ല ഇന്റർനെറ്റിലുള്ളതേ സിനിമയിലുള്ളൂ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിനിമയിലുള്ളൂ, വൈസ് വേഴ്സ. സോ സിനിമ മാത്രം എനിക്ക് പറയാൻ പറ്റുമോ പക്ഷെ ഇപ്പൊ പറഞ്ഞത് എനിക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാല്, ഇപ്പൊ ഈ സിനിമയിലുള്ള തന്നെ സോഷ്യൽ മീഡിയയിലുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ സിനിമയിൽ ഒരു ഹീറോയിസം പോലെ ഇത് കാണിക്കും, വിച്ച് ഇൻഫ്ലുവൻസ് ദ ഹ്യൂമൻ. അതാണ് ഒരു ചെറിയ ഇപ്പൊ മോഹൻലാലിന്റെ പടം കണ്ടിട്ട് പണ്ടൊക്കെ കള്ളുടിക്കാൻ തോന്നും അങ്ങനത്തെ ടൈപ്പ് ആൾക്കാര് ഞാൻ കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് പറഞ്ഞു. ഇന്റെ ആരും ഇന്റെ ഒരു ഫ്രണ്ട് അല്ല സീരിയസ് ആണ്. ഇപ്പൊ മോഹൻലാൽ നീൻപോളുടെ മീശ വിരിക്കണ മാസം എന്നാണ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് ഇപ്പൊ സിഗരറ്റ് വലിക്കുമ്പോഴും അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോഴും എല്ലാ കാലത്തും പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ, അതായത് കേരള സിനിമ നോട്ട് ജസ്റ്റ് സിനിമയാണ് അല്ലേ നമ്മുടെ നാട്ടിലെ. ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ അത്രത്തോളം മലയാളികൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അതെ, ആളെന്നല്ല പറയണത്, ഒരാളോ അല്ലെങ്കിൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഒരു ബ്രാൻഡ്, അതായത് പുള്ളിക്കാരൻ മുണ്ട് കൊടുക്കുന്നതും ഇതെല്ലാം ഒരു മലയാളിയുടെ ഒരു സിഗരറ്റ് വലിക്കുമ്പോ ഒരു മാൻലി ഫീൽ വരും. അതൊക്കെ മൂവി ക്രിയേറ്റ് ചെയ്തതാണ് അതൊക്കെ. ഞാൻ പറയുന്നത് സിനിമ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. സിനിമ മാത്രമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സിനിമ വൺ ഓഫ് ദ കീ ഫാക്ടർ തന്നെയാണ് അതില്. വയലൻസിന് നല്ല എല്ലാത്തിലും വയലൻസ് മാത്രല്ലല്ലോ നമ്മള് സിനിമ. അല്ല ഞാൻ പറയാൻ കാരണം ഇപ്പൊ വയലൻസ് ഉള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങില്ലേ. നീ പറഞ്ഞ പോലെ പണ്ടെന്ന് പറയുമ്പോ അത് ഓക്കെ മൂവീസ് മാത്രമാണ്, വേറെ എവിടെയും നമുക്ക് ഒരു ഇതുമില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ രണ്ടും ഇൻക്ലൂഡഡ് ആണ്, ഇന്റർനെറ്റും മൂവിയും. ഇന്റർനെറ്റ്, മൂവി, ന്യൂസസ്, സോഷ്യൽ മീഡിയയിലുള്ള റീൽസ്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന സാധനങ്ങളൊക്കെ അല്ലേ, യൂട്യൂബ് ചാനൽ കണ്ടന്റ്. സിനിമ മാത്രം എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അല്ല കാരണം ഇപ്പൊ അടുത്ത് ഒരു ഫെസ്റ്റിവലിൽ ആൾക്കാർ പറയണ ഇപ്പൊ മാർക്കോ സിനിമ അല്ലേ, അത് എക്സ്ട്രീംലി വയലന്റ് ആണ്. അപ്പൊ അത് കണ്ടിന് ആൾക്കാർ ഇങ്ങനെ, പിന്നെ മുകുന്ദൻ ഉണ്ണി സിനിമ ഇറങ്ങിയപ്പോ പറഞ്ഞിരുന്നു അതേമാതിരി ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഒരാള് ഇങ്ങനെ ഒരു ക്രൈമിനെ റെപ്രസെന്റേറ്റ് ചെയ്യണ സിനിമയില്, അപ്പൊ അതേമാതിരിയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യുന്ന രീതി, അത് മോസ്റ്റ് വയലന്റ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ആ വിഷയം വരുന്നത്. അപ്പൊ അതില് വേറൊരു കാര്യമുണ്ട്, ഇതുപോലുള്ള ഇന്ത്യയിലെ കാര്യം പറയണത്. ഇന്ത്യയിൽ ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ ഇതെല്ലാം സെൻസർ ബോർഡിന് പോയിട്ടാണല്ലോ റിലീസ് ചെയ്യുന്നത്. ഈ സെൻസർ ബോർഡിന് പോയി കഴിയുമ്പോൾ ഇവര് റേറ്റിംഗ് ഇടും പടത്തിന്. റേറ്റിംഗ് ആണെങ്കിൽ അഡൽട്ട് ആണ്, അഡൽട്ട്സേ കാണാവുള്ളൂ, 18 വയസ്സിന് ശേഷമായിട്ടുള്ള. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ എന്താ പറയണ, അവരുടെ അണ്ടർലൈൻ കൺസെപ്റ്റ് എന്താ, അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വേർതിരിച്ച് കാണാനുള്ള സെൻസ് ഉണ്ടാവണം. ആ സെൻസ് ഉണ്ടായി 18 വയസ്സിൽ അവര് അഡൽട്ട് ആയിട്ട് വരുമ്പോ അത് തിരിച്ചറിവ് കാണാനുള്ള സെൻസ് ഉണ്ടാവണമെങ്കിൽ ആ 18 വയസ്സിലാവും വരുന്നത് ഏതാ, സ്കൂള് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ 18 വയസ്സ് പറയുമ്പോ അതല്ലേ സ്കൂള് കഴിഞ്ഞു, ഒരു മെച്യൂരിറ്റിയാണ്. അപ്പൊ എന്താ പറഞ്ഞ അവൻ കടന്നു വരുന്ന സാഹചര്യത്തിൽ ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് അഡൾട്ടറേറ്റഡ് കണ്ടന്റ് കൊടുക്കുന്നത് ഈ സിനിമയ്ക്ക്. കൊടുക്കുന്നത് മാർക്കോ ഒക്കെ ഞാൻ കണ്ടു, മാർക്കോ ആണ്. പക്ഷെ തിയേറ്ററിൽ കുട്ടികളെയും കൊണ്ടുപോയി സിനിമ കണ്ട ആൾക്കാർ പാരന്റിനെ ബ്ലെയിം ചെയ്യണം. അപ്പൊ അതാ പറയണത്. പ്രൊഡ്യൂസറുടെ കുട്ടിയെ കാണിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. കുട്ടികളെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതെ ഒരു ഇന്റർവ്യൂല് ചോദിച്ചു മകള് സിനിമ കണ്ട, അപ്പൊ അയാൾ പറഞ്ഞു അത് എ റേറ്റഡ് അല്ലേ, ഞാൻ എങ്ങനെ എന്റെ കുട്ടീനെ കാണിക്കും. എക്സാക്ട്ലി ആ ഒരു ബോധം എല്ലാവർക്കും വരണം. നമ്മള് പണ്ട് ഇപ്പൊ ശശി തരൂര് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇന്ത്യ ഈസ് എ കൺട്രി വെർ യു ക്യാൻ പിസ് ഇൻ പബ്ലിക് ബട്ട് കാൺ കിസ് ഇൻ പബ്ലിക്. ഇപ്പൊ അതായത് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഫാമിലി ആണെങ്കിലും ഇപ്പൊ കിസ്സിങ് സീനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കാണാത്ത രീതിയിൽ കണ്ണൊക്കെ പൊത്തും. ഒരാൾ അടിച്ച് ചെകിടൊക്കെ അടിച്ച് പൊട്ടിക്കണതും കുത്തിക്കൊള്ളതൊന്നും കുഴപ്പമില്ല, കണ്ടോട്ടെ. അതേമാതിരിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റുക? സിനിമ അത് കൃത്യമായിട്ട് അവര് റേറ്റ് ചെയ്തത് ഇത് അഡൾട്ടിനുള്ള സിനിമയാണ്. UA അത് അണ്ടർ അഡൾട്ട്സ് വേണം. UA എന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ടിന്റെ ഇതിൽ മാത്രമേ ഗൈഡ് സർക്കംസ്റ്റാൻസിൽ മാത്രമേ നമ്മൾ കാണാൻ പറ്റുള്ളൂ. U എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാം. അപ്പൊ ഇങ്ങനെ റേറ്റിംഗ് ഒക്കെ ഇത് കൊടുക്കണത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൾക്കാർ കയറാനാണ്. പിന്നെ പണ്ടത്തെ ഒരു ഇതുണ്ട് പറഞ്ഞാൽ ഏപ്പടം എന്ന് പറഞ്ഞാൽ മറ്റേതാണ് എന്നാണ്, അതായത് സെക്സ് മൂവി അങ്ങനത്തെ സാധനം. പക്ഷെ ഇപ്പൊ അതല്ല.
ഇപ്പൊ ഇത് എ എന്നിട്ട് കുറെ സിനിമകൾ എ റേറ്റിംഗ് കൂടിയത് A rating കിട്ടിയിട്ടുണ്ട്. എ റേറ്റിംഗ് ആണ്. ബ്ലഡ് ഷെഡ് ഉണ്ടെങ്കിൽ എ റേറ്റിംഗ് ആണ്. കുട്ടികളിൽ ട്രോമ ഉണ്ടാകുന്നത് എന്ത് റേറ്റഡ് ആണ്? അതെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എ റേറ്റിംഗ് ആണ്. അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ ഈ എ റേറ്റിംഗ് ആയിട്ടുള്ള സിനിമകള് സെൻസർ ബോർഡ് എ റേറ്റിംഗ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതിന്റെ അണ്ടർലൈൻ കൺസെപ്റ്റ് എന്താ, അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വേർതിരിച്ച് അറിയാൻ സെൻസ് വേണം. ആ സെൻസ് വേണമെങ്കിൽ ആ അഡൽട്ട് കടന്നു വരുന്ന സമൂഹത്തിന് ആ സെൻസ് വേണം. ഇവൻ 18 വയസ്സാകുമ്പോ ഇവനിതെല്ലാം തിരിച്ചറിയാനുള്ള വകതിരിവ് വേണം എന്നുള്ളത് അതില്ല. അതാണ് പ്രശ്നം. അത് പഠിപ്പിക്കില്ല. അതെങ്ങനെയാ അതെ. അപ്പൊ നമുക്ക് അങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഇപ്പൊ കൊറേ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു എല്ലാ ഇൻഡയറക്ട്ലി ഇപ്പൊ സിനിമ നിർത്തിയായി ഡ്രഗും ഇത് നിൽക്കും. അതന്നെ ഈ സിന്തറ്റിക് ഡ്രഗിന്റെ കേസ് പറഞ്ഞത് അത്ര അതിന് മുന്നേ കൊക്കൈൻ ഈ പാബ്ലോ എസ്കോബാർ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. കാരണം ഇത് കുറച്ച് നോക്കുകയാണെങ്കിൽ അത് പകുതി ഓർഗാനിക് അത്ര ആണെന്ന് തോന്നുന്നു കൊക്കൈൻ എന്ന് പറഞ്ഞ സാധനം. പക്ഷെ അതിന് എന്താ പറയുക കൗണ്ടർ ഡ്രഗ് ആയിട്ടുള്ള ഈ സാധനം തന്നെ MDMA എന്ന് പറഞ്ഞത്. കാരണം ചെലവ് ചീപ്പറായിട്ട് ചെലവ് ചുരുക്കി കുറച്ച് കെമിക്കൽസ് ഉപയോഗിച്ച് സെയിം സാധനം ചെയ്യാൻ പറ്റും, സെയിം എഫക്ട് കിട്ടും. അപ്പൊ ഈ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഓൾറെഡി വന്നു മാർക്കറ്റില്. ഈ സിനിമ പോയി അല്ലെങ്കിൽ ഇത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതില്ലാണ്ടാവും. ഇല്ല, അത് ഓൾറെഡി ഉണ്ട്. കാരണം ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പൊ ചൈനീസ് സാധനം എന്ന് പറയില്ലേ, ഇപ്പൊ ഒരു സാധനം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ചെലവ് ചുരുക്കി എന്തായാലും അതിന്റെ ഒരു മോഡൽ വരും. കൊക്കൈൻ വന്നപ്പോ അതിന്റെ ചെലവ് ചുരുക്കി വന്ന സാധനമാണ് സിന്തറ്റിക് ഡ്രഗ്. അപ്പൊ അതേപോലെ എന്താ പറയണ, സിനിമ തന്നെ വേണം അല്ലെങ്കിൽ ഇപ്പൊ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലൊക്കെ വരുന്ന വെബ് സീരീസോ തന്നെ വേണമെന്നൊന്നുമില്ല ഇത് പ്രൊമോട്ടഡ് ആവാനായിട്ട്. പിന്നെ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് 1 ഗ്രാമും 2 ഗ്രാമും പിടിച്ചിട്ട് കാര്യമില്ല. അത് വരുന്നത് വഴിയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. നമുക്ക് പക്ഷെ ശരിയല്ലേ? ഇതിപ്പോ ഉണ്ടല്ലോ ഒരു കാര്യം ആലോചിച്ച പോരെ, ഇത്രയും വലിയ സാധനം ഇത്രയും എമൗണ്ടിൽ ആൾക്കാർ കുഞ്ഞു റീജിയണലായ ആൾക്കാരെ കയ്യിൽ ഇത്രയും വലിയ എമൗണ്ട് സാധനങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ സപ്ലൈ വരുന്ന ഇതിന്റെ പിന്നിൽ ഭയങ്കര വലിയൊരു ചെയിൻ ഉണ്ടാവില്ലേ? ഇപ്പൊ ഞാനിപ്പോ ഒരു VD സതീഷ് അല്ലേ നമ്മളെ കേരളത്തിലെ, അപ്പോ അയാളൊരു വീഡിയോ കണ്ടു. അയാൾ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ കുറെ കാലം മുമ്പ് സ്പിരിറ്റ് കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ നിർത്തിയ വെച്ചാല് ഇതിന്റെ മെയിൻ സപ്ലയേഴ്സിനൊക്കെ എടുത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അങ്ങനെ നിർത്തിയത്. അങ്ങനെ ഇതും നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിപ്പോ 2 ഗ്രാം ഇപ്പൊ പോലീസ് കണ്ടുപൊടിയിടാനും വേണ്ടിയിട്ട് പിടിച്ചിട്ട് I don't think it will stop. പിന്നെ മറ്റേതുപോലെ പണ്ടത്തെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയാ, അടിച്ച പിന്നെ എണീച്ച് അത്ര. പിന്നെ ഈ സാധനം ഇപ്പൊ ഈ പറഞ്ഞ സപ്ലൈസിനെ നിർത്തി ഇപ്പൊ പരിപാടി നിന്നു എന്ന് പറഞ്ഞു. പക്ഷെ മാറ്റാൻ അറിയാവുന്നവന് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെയാണ് സിന്തറ്റിക് സാധനത്തിന്റെ കേസ് പറഞ്ഞത്. അത്യാവശ്യം കെമിസ്ട്രി അറിയാവുന്നവന് അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഈസി ആയിട്ട് നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന സാധനം വിചാരിച്ചാൽ എങ്ങനെ വഴി കാണും. അത് പിന്നെ എത്ര ആണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികള് ഈ ഡ്രഗ്സിന് പകരം ചെയ്തിരുന്ന സാധനം ഈ ഫെവിക്കോൾ ഒക്കെ ഉണ്ടല്ലോ. മറ്റേ വൈറ്റ്നർ പിന്നെ ഫെവിക്കോളും ഉണ്ട്. അതായത് നമ്മള് പണ്ട് നമ്മള് ചാർട്ടൊക്കെ വരയ്ക്കുമ്പോ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫെവിക്കോൾ കിട്ടും, ചെറിയ പാക്കറ്റ്. അതിനും വൈറ്റ്നറിന്റെ സെയിം എഫക്ട് അത്ര. അത് മറ്റേ പോളിത്തീൻ കവറിലാക്കിയിട്ടിട്ട് വലിക്കുമായിരുന്നു. ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ആ പൈസക്ക് ചിലപ്പോ മറ്റു നേരം കിട്ടും. അത് ഈസി അവൈലബിലിറ്റി എല്ലാ ലോക്കൽ പ്ലേസിലും എല്ലായിടത്തും ഈ സാധനം കിട്ടും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈമായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കൊറേ ക്രൈം കേട്ടു. ഇപ്പൊ ഈ ഡ്രഗ്സ് കാരണം അമ്മയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്താ പക്ഷെ അതൊന്നും അല്ല, ഒരു പരിധി വരെ ഡ്രഗ് ആണല്ലോ. അതായത് ട്രോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും പക്ഷെ ഡ്രഗ് ഒരു ഫാക്ടർ ആണല്ലോ. അതെ, പക്ഷെ അതൊക്കെയാണ് ഏറ്റവും വലിയ സങ്കടം. അല്ലേ, നമുക്ക് അമ്മയും പെങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രൈസിസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല്. അമേരിക്കയിൽ പണ്ടുണ്ടായ ഒരു സംഭവം ഓപ്പിയോയിഡ് ക്രൈസിസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഓപ്പിയോയിഡ് ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻ കില്ലർ വന്നിട്ട് വെബ് സീരീസ് ഉണ്ട് ഇതിന്റെ, നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ എന്തെങ്കിലും വെബ് സീരീസ് ഉണ്ട്. ഡോപ്പമൈൻ എന്താ പറയാ പെയിൻ കില്ലറിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അമേരിക്കയിൽ. ഡ്രഗ് അല്ല, അത് മരുന്ന പ്രോപ്പർട്ടി ഉണ്ട്. മരുന്ന് പെയിൻ കില്ലറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അമേരിക്കയിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അല്ല ഇതുണ്ടാവല്ലോ, ഫാർമസ്യൂട്ടിക്കൽ ഒരു ബോർഡ് ഉണ്ടാവല്ലോ, അവർ അപ്രൂവ് ചെയ്തിട്ട് വിൽക്കാൻ വെച്ചേക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ വിൽക്കാൻ വെച്ചേക്കുന്ന ഡ്രഗാ. ഈ ഡ്രഗിന്റെ ഉപയോഗം കൂടിയിട്ട് കുറെ ഇപ്പോഴും പ്രശ്നമുണ്ടെന്നാ പറയണേ. ഭയങ്കര അഡിക്ഷൻ. അതായത് ഇപ്പൊ MDMAക്കും മറ്റു സാധനങ്ങൾക്കൊക്കെ കൊടുക്കണേക്കാളും കൂടുതൽ അഡിക്ഷൻ ഈ ഒപ്പിയോയിഡിന് ഉണ്ടായിരുന്നു. അതൊരു ക്രൈസിസ്, അതിന് ഒപ്പിയോയിഡ് ക്രൈസിസ് എന്നാ പറയണം. US ഉണ്ടായ ഒപ്പിയോയിഡ് ക്രൈസിസ്. പക്ഷെ അവരതൊരു പരിധി വരെ എന്തൊക്കെയോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സൊസൈറ്റീനെ തിരിച്ച് ബോധവൽക്കരണം ഒക്കെ കൊടുത്ത്
പിന്നെ ഈ പറഞ്ഞ എന്താ പറഞ്ഞ എന്ത് വേദന വന്നാലും പെയിൻ കില്ലർ എടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ. അതൊക്കെ കൊടുത്ത് റെഡിയായി കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഒരു എന്താ പറഞ്ഞ ഒരു പ്ലാൻ കൊണ്ടുവരണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പൊ കേരളത്തിന് മാത്രമാണെന്ന് പറയാൻ പറ്റും, ഇതിപ്പോ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും സംഭവിക്കുന്നില്ല. കേരളം ഇന്ത്യയിലാണല്ലോ. ഇപ്പൊ കേരളത്തിൽ നിർത്തി വെച്ചിട്ട് ഇന്ത്യ വേറെ ഭാഗത്ത് വരാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഈ ഡ്രഗ്സിന്റെ വേറെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ ചില ഫാമിലീസിനൊക്കെ അവരെ മക്കള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയും, പക്ഷെ ഇവരിത് ഒരിക്കലും പുറത്തറിയരുത്. കാരണം എന്റെ മകൻ ഇത് യൂസ് ചെയ്തിട്ട് ഇത് പിടിച്ചു അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാർ പിടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവര് പിന്നെ അതിനൊന്നും ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ ഈ കുട്ടീനെ ആക്ച്വലി ഒരു റിഹാബ് ചെയ്യണം, ഒരു കൗൺസിലിംഗ് ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യും, പക്ഷെ ഇവർ അതിലൊന്നും തയ്യാറാണ്. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്. അപ്പോൾ ഒന്നെങ്കിൽ 2 അടി കൊടുത്തിട്ട് ഇനി അതൊന്നും ചെയ്യരുത് പ്രോമിസ് ഒക്കെ ചെയ്യിപ്പിച്ച്, പക്ഷെ അങ്ങനെ ഒരിക്കലും കുട്ടി മാറില്ല. ഈ കുട്ടിക്ക് ഒരിക്കലും പിന്നെ ഇത് കിട്ടാതെ കഴിയില്ല. ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യണം, പക്ഷെ അത് വളരെ കുറവാണ്. കുറെ പാരന്റ്സിനെ അറിയുന്നുണ്ടാവും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് കാരണം സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറേ കാര്യം. അപ്പൊ പാരന്റ്സിന് ഒബ്വിയസ്ലി ഇവർ ഒരുമിച്ച് വീട്ടിൽ നിൽക്കല്ലേ, ഇവർക്ക് മനസ്സിലാവും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതില്ലാത്തൊരു പാരന്റ്സിനൊന്നും പറയാൻ പറ്റത്തില്ല, ഒരുവിധം എല്ലാ പാരന്റ്സിനും അല്ല, കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇതിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിലെ ഈ എലൈറ്റ് ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ അതുപോലെ ഒരു ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അവരത് പറയില്ല. എങ്ങനെയാലും വെച്ചാൽ പൊക്കോട്ടെ എന്നുള്ള മൈൻഡിലായിരിക്കും. പക്ഷെ റീഹാബ് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ട് നിലവിൽ ഇപ്പോഴും. അതിനിപ്പോ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിസ്റ്റം അത് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ പാരന്റ്സ് അത് യൂസ് ചെയ്യില്ല, ആ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് അത് പുറത്ത് പറയാനുള്ള പേടി അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവര് അത് പറയില്ല, അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു ക്രൈം സംഭവിക്കുമ്പോഴാണ് ഇവര് എക്സ്ട്രീം ആവുമ്പോഴാണ് ഇവര് ഇങ്ങനെ തുടക്കത്തില് സിൻഡ്രോം ഒക്കെ വന്നു കഴിയുമ്പോൾ വിഡ്രോൾ സിൻഡ്രോം ഒക്കെ ഹെവി ആയിട്ട് അടിച്ചു തുടങ്ങി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നു ഇത്രയും ഇത് സപ്ലൈ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളത്. പക്ഷെ ഇത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം നിർത്താനൊന്നും പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ അളവ് കുറച്ചുകൊണ്ടൊക്കെ വരലേ പറ്റുള്ളൂ. മദ്യപാനത്തിലെ പോലെ തന്നെ ആയിരിക്കും. മദ്യപാനത്തിനൊക്കെ ഉണ്ടല്ലോ ഇത് ഇത്രയും കുറച്ചും കൂടി ഡോസ് അറിയില്ല നമുക്ക്. അല്ല ഇതിന്റെ ഈ തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ ഇവര് കുറച്ച് ഡോസ് കൊടുക്കും. കാരണം അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പറ്റില്ല. വിഡ്രോവൽ ഒറ്റയടിക്ക് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നത് കേൾക്കണം. ഈ നമ്മള് സത്യമാണോന്ന് അറിയില്ല, ഈ നമ്മുടെ US-ലും അമേരിക്കൻ സിനിമകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഒരു തെറാപ്പി സെഷൻ റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട് ഇവര് സംസാരിക്കും, പരസ്പരം സംസാരിക്കും. സംസാരിച്ച് അവരുടെ ഉള്ളിൽ എന്താന്ന് മനസ്സിലാവണമല്ലോ, അവരും കൂടി വിചാരിക്കണം. അത് വേറൊരു പോയിന്റ്. പിന്നെ അവർക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അത് റീഹാബ് മാത്രമല്ല, ശരിക്കും വേറെയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതില്. എന്നുവെച്ചാൽ പാരന്റിങ്, പ്രോപ്പർ പാരന്റിങ് ആണെങ്കിൽ ഇപ്പൊ ഒരു അച്ഛനോ അമ്മയ്ക്കോ സ്വന്തം മക്കളോട് സംസാരിക്കാനുള്ള ഒരു സംഭവം നമ്മളെന്താ, കുറെ പേർക്ക് ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എല്ലാം ഒന്നും നമുക്ക് പാരന്റ്സിനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതേസമയം ആ ബൗണ്ടറി ഒക്കെ മാറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പാരന്റ്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് അറിയാവുന്ന ഒരു കൂട്ടുകാരനായാൽ മതി, ഒരു ബ്രദർ ആയാൽ മതി, ആരായാലും മതി. നമുക്ക് സംസാരിച്ചിൽ നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളായാൽ മതി. പാരന്റ്സ് തന്നെ വേണമെന്നില്ല അതില്. പക്ഷെ ഈ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അത് മാറ്റണം തോന്നുന്നു. ചിലർക്ക് തോന്നും, ചിലർക്ക് തോന്നും, അവരുടെ ബോഡി അതിനെ അനുവദിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഡോസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം ഫ്രണ്ട്സോരെ വിളിക്കുന്നുണ്ടായ പോലെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വരും. അപ്പൊ അവര് അതൊക്കെ നിർത്തണം, നാളെ നിർത്തി എന്നുള്ള രീതിയിൽ പോണവരുണ്ടാവും. പക്ഷെ അവരുടെ ബോഡി ഇതിനൊക്കെ അഡിക്ഷൻ റേറ്റ് കൂടുതലാണെന്നാണ് കുറവാണ്. കംപ്ലീറ്റ് സിന്തറ്റിക് ഒക്കെ വന്ന് പോയി കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ് പോകും ഒരു പരിധി കഴിഞ്ഞാൽ. കാരണം അത് ഉണ്ടാക്കണ, ഞാൻ കേട്ടിട്ടുള്ളത് പറഞ്ഞാൽ അത് ഉണ്ടാക്കണ ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ് പല അപ്പൊ അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളത്. ഇനിയിപ്പോ അഥവാ കംപ്ലീറ്റ്ലി നോർമൽ ആവണ്ട, ഇപ്പൊ വേറൊരു ആസ്പെക്ട് പറഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കാലാകാലം അങ്ങനെ കാണുന്നതും ഉണ്ട് നമ്മുടെ സൊസൈറ്റി. അപ്പൊ അയാൾക്ക് ഇപ്പൊ ഒരു വൺസ് പ്രതി ഓൾവേസ് എന്നുള്ള മാതിരി അവൻ കഞ്ചാവാന്ന് പറഞ്ഞേക്കാട്ടും അതിനൊരു ഇത് വേണം. അതായത് ഇവനിപ്പോ ഓക്കെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരാൾക്ക് സംഭവിച്ചു, പക്ഷെ അയാൾക്ക് സൊസൈറ്റിയിൽ തിരിച്ചു വന്ന് പ്രോപ്പറായി ജീവിക്കാനുള്ളൊരു ഹിസ്റ്ററി മറന്നതാക്കാണ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതും വേണം, സ്പേസും വേണം. നമ്മുടെ നാട്ടില് അതെ, അവർക്ക് പിന്നെ വേറൊരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റണില്ല. അവരപ്പോ ഇങ്ങനെ പോകേണ്ടി വരികയാണ്. ഈ പറയുന്ന നാട്ടുകാരും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഒക്കെയാണ് ഇവരെന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അവരെ പിന്നാലെ മീൻസ് അവരെ കുറ്റപ്പെടുത്തും. അവരാ സാഹചര്യം ഒരുക്കുന്നില്ല. ഈ സംഭവം നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്
എന്തോ ഒരു ഹോർമോണോ ഞാൻ മറന്നു എന്താ ഹോർമോൺ ഡോപ്പമീൻ ആണോ അതെന്തോ നമ്മുടെ ആയുസിൽ ഉണ്ടാവുന്നതിന്റെ 60%-70% ഒറ്റയടിക്ക് ബ്രെയിൻ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് 1-2 തവണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് സന്തോഷം വരണമെങ്കിൽ ഈ സാധനം വേണം. നോർമലി നമുക്ക് സന്തോഷമോ തമാശ വന്ന് ചിരിക്കണം അതിനൊക്കെ എന്ത് വേണം, ഈ സാധനം വേണം. അല്ലാണ്ട് ആ ഹോർമോൺ പിന്നെ സെക്രേറ്റ് ചെയ്യുന്നില്ല ബ്രെയിൻ സെല്ല്. അതാണ് പ്രശ്നം. ഈ വിഡ്രോവൽ അടിച്ച് കഴിയുമ്പോൾ വലിയ വിഡ്രോവൽ ഡ്രഗ് ചെല്ലണം. ഈ ഞാൻ കണ്ടേക്കുന്നത് ഈ മോർഫിൻ ഒക്കെ ഉപയോഗിക്കുന്ന ആളുണ്ടല്ലോ, മോർഫിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിഡ്രോവൽ ഡ്രഗ് ആയിട്ട് കൊടുത്തിരുന്ന എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഡ്രോവൽ ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയാ, എനിക്ക് ആസക്തി ഇല്ല. അപ്പൊ അതുപോലെ ഈ സാധനത്തിന് വിഡ്രോവൽ ഡ്രഗ് ഇല്ലാന്ന് തോന്നുന്നു. വിഡ്രോവൽ കൊടുക്കാൻ പറ്റത്തില്ലാത്ത സംഭവം എന്തെങ്കിലും ആയിരിക്കും MDMA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കെമിക്കൽ ഫോർമുല അതുപോലെ ആയിരിക്കും. പക്ഷെ മോർഫിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ വായിച്ചേക്കുന്നതാണ്, മോർഫിൻ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ 2-3 ദിവസം മോർഫിൻ ഉപയോഗിച്ച് ഹൈ ആയിട്ടിരിക്കുന്ന ആൾക്ക് പിറ്റേ ദിവസം അതിന്റെ ഇത് കെട്ടിറങ്ങി കഴിയുമ്പോഴാണല്ലോ നമുക്ക് സാഡ്നെസ് കയറുന്നത്, റിഗ്രറ്റ് വരുന്നത്. ആ റിഗ്രറ്റും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്ന് കേട്ടേക്കണം. അതില്ലാണ്ടിരിക്കാൻ വേറെ എന്തോ ഒരു ഡ്രഗ്, കൗണ്ടർ ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ അതില്ലാണ്ട് പോകും. പിന്നെ ഇവനെന്ത് ഇപ്പൊ ഇതുപോലുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും ഉപയോഗിക്കും വിഡ്രോവൽ ഡ്രഗ് കഴിയും. അതേമാതിരി ഇതിന്റെ അത്. പക്ഷെ ഞാൻ വേറെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാ ഇങ്ങനെ ന്യൂസുകൾ കേൾക്കണത്? ഇപ്പൊ അതായത് മീഡിയ ആണെങ്കിലും എക്സാജറേഷൻ ഉണ്ടോ എന്താ തോന്നണം? അത് നെഗറ്റീവ് ന്യൂസ്. നമ്മളിപ്പത്തെ ഒരു സൊസൈറ്റിയുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ന്യൂസ് ഉള്ളൂ എന്നുള്ളതാണ്. ന്യൂസ് എന്ന് പറയണത് നല്ല കാര്യങ്ങൾ ന്യൂസാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മുരളി തുമ്മാരക്കുടീനെ അറിയോ? നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഒരു മലയാളിയാണ്, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. പുള്ളി UN ജനീവ ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഭയങ്കര എന്താ പറയണേ, UN എംപ്ലോയി ആണ് ആള്. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആള്. ഇപ്പോഴും ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ ഇയാള് ഈ അടുത്തൊരു ഇന്നലെ മിനിഞ്ഞാന്നൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം നഗരസഭയിലെ കക്കൂസ് മാലിന്യം ഇത് ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണേ, പ്രോപ്പറായിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതിലൊരു ഡാഷ്ബോർഡാണ് പുള്ളി സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നത്. അതിൽ ആ ഡാഷ്ബോർഡിൽ ഒരു നമ്പർ ഉണ്ട്. അതായത് തിരുവനന്തപുരം ഏത് നഗരസഭയാണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ, അത് പോസ്റ്റ് കണ്ടാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ. അതില് ആ നമ്പറിലെ വലിയൊരു നമ്പറാണ്. അപ്പൊ ഇവരുടെ ഈ സർവീസ് ഉപയോഗിച്ചിട്ട് ഇത്രയും കൗണ്ട് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് ഏതോ നഗരസഭയുടെ ഇതില്. അതൊന്നും ന്യൂസ് ആയിട്ടില്ല. ഇതൊക്കെ ന്യൂസ് ആവേണ്ടതാണ്. പക്ഷെ ന്യൂസ് ആവുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പുള്ളി പറയുന്നത് ഇത് നല്ല വാർത്തകൾ ന്യൂസ് ആണെന്നാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതൊരു പുതിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ളതാ ന്യൂസ്, മറ്റേത് ന്യൂസ് അല്ല, അത് നോർമൽ സാധന എന്നുള്ള രീതിക്കാണ്. നമ്മുടെ നാട്ടില് ഇത് വെതർ പറയല്ലോ, വെതർ ഫോർകാസ്റ്റ്, അതേപോലെയാണ് എന്ത് ഗുഡ് ന്യൂസ്. ന്യൂസ് എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് നോർമൽ റെഗുലർ റുട്ടീൻ ഇന്ന് മഴ പെയ്യാം ആ സാധനമാണ്. അത് മീഡിയ എക്സാഗ്രേറ്റ് ചെയ്യുന്ന, മീഡിയക്ക് TRP റേറ്റിംഗ് കിട്ടുന്നതും അതൊക്കെയാണ് അവരുടെ ക്ലിക്ക് കൂടുതൽ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ട ന്യൂസ് റിപ്പോർട്ടർ ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ക്യാമറ കൊണ്ടുപോയില്ല. പക്ഷെ അതും വേറൊരു TRP റേറ്റിംഗ്, അതും വേറെ രീതിയിൽ മാർക്കറ്റ് ചിലപ്പോ പോവാൻ അത് മീഡിയക്ക് ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് അതിന് റിലേറ്റഡ് ആയിട്ട് അതുപോലത്തെ സംഗതികൾ എവിടെയൊക്കെ ഉള്ളത് വെച്ചാല് അത് ഈവൻ ദോ ഒരു സ്മോൾ തിങ് ആണെങ്കിൽ പോലും അത് കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ട് ഇപ്പൊ ഈ കൊലപാതകം ഇപ്പൊ റീസെന്റ് നടന്ന ഒരു സീരിയൽ കില്ലിങ് എന്ന് പറയാം, അതിനുശേഷം എല്ലാ ടൈപ്പ് കൊലപാതകങ്ങളും എല്ലാം ഇവരെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് കുറച്ചു മുന്നേ ഒരു വൈൽഡ് ലൈഫിന്റെ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു, പുലി കൊന്നൊരു കേസ്. ആ സമയത്ത് ഫുള്ള് പുലി അവിടെയും ഇവിടെയും കൊന്നതും ആക്രമിച്ചതും ആന ഇറങ്ങിയതും. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് ഇവരങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാർക്ക് അതിനെ പറ്റി കാണാനും. ക്രൈമുകൾ പണ്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ റിപ്പർ കൊലപാതകം, ചേലേമ്പ മറ്റേ ഒരു ബാങ്ക് കവർച്ചയൊക്കെ ഉണ്ട്, മറ്റേ തുരന്നു പോയി, അതുപോലെ ക്രൈമുകൾ പണ്ട് നടന്നിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ പറയാ, അന്നെന്ന് വെച്ചാൽ പ്രിന്റ് ജേർണലിസം മാത്രമാണ്. പ്രിന്റ് ആയിട്ടുള്ള പത്രങ്ങളോ അല്ലെങ്കിൽ വീക്ക്ലി മാഗസീൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളന്ന് ദൂരദർശനിൽ കാണുന്ന ന്യൂസ് 24 hours ലൈവ് അല്ലേ, യൂട്യൂബില് ഫുൾ ടൈം കവറേജ് കൂടുതലല്ലേ. അപ്പൊ എന്താ പറയണ, കൂടുതൽ റേറ്റിംഗ്. പോലീസ് സേന എന്ന് പറഞ്ഞാൽ അന്നും ഇന്നൊക്കെ
ഒരേ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന സംഭവം നമുക്ക് അവരൊന്നും കുറ്റം പറയാനൊന്നും പറ്റില്ല മോശമായിന്നോ. അതെ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ന്യൂസിനും കിട്ടുന്ന കവറേജ് കൂടുതലാ, അതാണ് വ്യത്യാസം. മറ്റേതും പണ്ടും ക്രൈം ഉണ്ടായിരുന്നു, ഇപ്പോഴും ക്രൈം ഉണ്ടായിരുന്നു. എല്ലാ തലമുറയിലെ ആളുകളും ക്രൈം ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഈ ഇപ്പൊ പുതിയ തലമുറയിലെ ആളുകള് ഇപ്പൊ 20s അല്ലെങ്കിൽ 2000 ജെൻസി അവര് ഇപ്പൊ ഒരു റോൾ എന്ന് പറയോ, റോൾ ഫുൾ നെയിം ഞാൻ മറന്നുപോയി, മറ്റേ AI എന്തൂസിയാസിസ്റ്റ് ഇതൊക്കെ ടെക്ടോക്ക് ഒക്കെ ചെയ്ത അറിയില്ല. അവന്റെ പേര് സ്വന്തമായിട്ട് AI കമ്പനി ഉണ്ട്. ചെറിയ പയ്യനെ 13 വയസ്സെന്തുള്ളൂ. അവൻ ഈ പുതിയ ജനറേഷന്റെ ഭാഗമല്ലേ അല്ലേ? അപ്പൊ ഇതുപോലുള്ള ആളുകൾ നല്ല കാര്യങ്ങൾ അവനൊക്കെ ഏത് ലെവലിൽ എത്തി ടോക്കിങ്ങിലെ കുട്ടികൾക്ക് ക്ലാസ് വേറെ റേഞ്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആള് ജനറേഷനാണ്. അപ്പൊ എന്താ പറയണേ, യൂട്ടിലൈസ് ചെയ്തതാണ്. എല്ലാ ജനറേഷനിലും ഉണ്ടായിരുന്നത് പോലത്തെ പ്രശ്നങ്ങൾ ഈ ജനറേഷനും ഉണ്ട്. നമ്മുടെ ജനറേഷനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ ജനറേഷനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ നെഗറ്റീവ് വാർത്തകൾ കുറച്ചും കൂടി അധികം കവറേജ് കിട്ടുന്നു. പോവാൻ ചിലപ്പോ ഇതിന്റെ ട്രെൻഡും പോവാം. വേറെ സാധനം കിട്ടുമ്പോ പുതിയെന്ന് വെച്ചാൽ ആൽഫ അടുത്ത് വരാൻ പോകുന്നു. അതൊരു സംഗതിയല്ലേ. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തൊന്നും ഇങ്ങനെ ഈ ഡിവിഷൻ ഇല്ല അല്ലെ. നമ്മൾ പറയും പഴയ ആൾക്കാരാണ്, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, കാരണന്മാരാണ്. അല്ലാണ്ട് ഈ ഇങ്ങനെ പേരിട്ട് വിളിച്ചിട്ടുള്ള ഇപ്പൊ സെഗ്രിഗേറ്റ് ജന ആൽഫ വരെ എത്തി. ജെൻസി ഞങ്ങൾ ഉൾപ്പെടെ 90s കിഡ്സ് ആണ്. അപ്പൊ 90s കിഡ് ഇപ്പൊ ഞാൻ കമന്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ജെൻസി അവര് വന്ന സാഹചര്യം നമ്മൾ വളർന്നു വന്ന ഡിഫറെന്റ് ആണ്. നമുക്ക് ഇത്ര ഇന്റർനെറ്റും മൊബൈൽ ഫോണൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആണ്. പക്ഷെ ഈ കമന്റ്സ് വായിക്കുമ്പോൾ 90s കിഡ്സ് ഒരുപാട് ബ്ലെയിം ചെയ്യുന്നുണ്ട് ജെൻസിനെ. അവരങ്ങനെ ആയി എന്നുള്ളത് ചിന്തിക്കുന്നില്ല. സിനാരിയോ ആണ് 90s എന്താ പറയണേ, ഒരു ലൈറ്റ് ക്ലാസ് ആണ്, ഒരു അങ്ങനെ 2000 കിഡ്സും 80s എന്ന് പറയുന്നത് അവരൊന്നും പോരാ. 90s ആണ് ലൈറ്റ് ക്ലാസ്. ഭയങ്കര ഒരു വേറൊരു അഭിമാനം കണ്ടെത്തും നമ്മള്. എല്ലാ കാലഘട്ടത്തിലും ജീവിച്ച ആൾക്കാര്, ഓർക്കുട്ട് ഉപയോഗിച്ച ആളുകള് ഫേസ്ബുക്കിലോട്ട് മാറിപ്പോ ആൾക്കാര്. ഹലോ, ഒരു അനാവശ്യ അഭിമാനം ഉണ്ട്. സത്യം ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുക. എന്തെന്നുള്ളത് ഇപ്പൊ അന്ന് ജനിച്ചു വെച്ചിട്ട് എന്താ കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ളത് 90s കിഡ്സിനാ, 80siനില്ല. അവർക്ക് പലർക്കും ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ജോലി ഇല്ലാത്തവരുണ്ട്. ഈ കമന്റ്സ് ഇടുന്ന മെജോറിറ്റി ജോലി ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 90s കിഡ്സിനാണ്. അതെ, കമന്റ്സ് ഇടുന്നത് പറഞ്ഞാൽ പിന്നെ വേറെ ഇപ്പൊ കമന്റ് വരുന്ന സാധനങ്ങളെ ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പൊ നമ്മുടെ ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന് പറഞ്ഞ അതില് പ്രശ്നം ഉണ്ടായല്ലോ. അതായത് രൺവീർ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു. ഇതിന്റെ ഒക്കെ താഴെ വരുന്ന കമന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും അൺഎംപ്ലോയ്മെന്റിന്റെ കേരള സാർ അതാണ് ഉദ്ദേശിച്ചത്. അതും ഉണ്ട്. പിന്നെ ഇന്ത്യ മൊത്തം ഉള്ളത് കേരളത്തില് പറഞ്ഞതിനുള്ള കമന്റ്സ് വേറെ. ഞാൻ പറഞ്ഞ ഇന്ത്യ മൊത്തം ഈ രൺവീറിനെ ഇപ്പൊ തൂക്കിൽ വരണം എന്നൊക്കെയുള്ള മാതിരിയുള്ള കമന്റ്സാ. ഒരു കമന്റ് പറഞ്ഞത് ഞാൻ യോജിക്കില്ല. അവൻ പറഞ്ഞത് ഭയങ്കര ടോട്ടലി റോങ് ആണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ അതിലും വലിയ ഇഷ്യൂസ് നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതിനൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാരയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് സർക്കസാണ് ശരിക്കും പറഞ്ഞ. ബാക്കി നിങ്ങള് എല്ലാ ഈ പുതിയ തലമുറയും ബാക്കിയുള്ളവരൊക്കെ വേറെ കാര്യത്തിന്റെ പുറകെ പൊക്കിക്കോ, മറ്റ് പ്രൈമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചർച്ച ചെയ്യണ്ട. ഇത് ഒരു കാര്യമില്ലാതെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഒട്ടും ബേസിക് എഡ്യൂക്കേഷൻ, ബേസിക് ഹെൽത്ത് കെയർ, ബേസിക് ആയിട്ടുള്ള സാധനത്തിന് റൈറ്റ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയില്. അതിലെ മെയിൻ റീസണിൽ ഒന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഒന്നുമല്ല, നമ്പർ 1 റീസൺ കറപ്ഷനാണ് ഇന്ത്യയിലുള്ളത്. അതിനെ പറ്റിയൊന്നും ആർക്കും ഒരു മാറ്റം വേണ്ട. റൺവീർ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു, അവനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇനി വേണ്ട. അവൻ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. എന്തോ അവന്റെ അമ്മ എന്തോ സർജൻ ആണ്, പാരന്റ്സ് ഓഫ് ദ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അമ്മയുടെ ക്ലിനിക്കിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക, ത്രെറ്റ്സ് വരിക. അപ്പൊ അത്രയ്ക്ക് അവൻ ഡിസർവ് ചെയ്യും. അവൻ തെറ്റാണ് ചെയ്തത്, പക്ഷെ അത്രയ്ക്കും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഒരാൾ തെറ്റ് ചെയ്ത് അയാൾക്ക് അയാളെ തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരു ചാൻസ് കൊടുക്കണം. അപ്പൊ നമ്മളെല്ലാരും പെർഫെക്റ്റ് ആണ്, എല്ലാരും മിസ്റ്റേക്കും. അവൻ ചെയ്ത പോലത്തെ ഒരു മിസ്റ്റേക്ക് നാളെ നമ്മുടെ സ്വന്തം ബ്രദർ ചെയ്താ നമ്മൾ രൺവീറിനോട് അതേ സാമീപ്യമായിരിക്കും നമ്മൾ ചെയ്യാം. നമ്മൾ കവർ ചെയ്യാൻ നോക്കും. ചാൻസസ് നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. നമ്മൾ ഈ ഡ്രഗ് റിക്കവർ ചെയ്ത് അവർക്ക് ഈ സിസ്റ്റത്തിൽ ഒന്ന് ജീവിക്കണം എന്ന് പറയണ മാതിരി അവൻ മിസ്റ്റേക്ക് പറഞ്ഞു, അവൻ വന്ന് സോറിയും പറഞ്ഞു.
സോ ഇനി അവൻ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല. അതും ഒരു വാക്കാണ് പറഞ്ഞത്, അല്ലാണ്ട് ഒരാളെ ക്രൈം ചെയ്തിട്ടില്ല. അവിടെ ഒരാളെ പ്രൊപ്പഗൻഡ ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ പണ്ട് ഈ മറ്റേ പണ്ടത്തെ കഥ പറയുകയാണെങ്കിൽ ഗീബൽസ് ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊപ്പഗൻഡയാണ് ഈ പറഞ്ഞ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഇതുപോലെ മാധ്യമങ്ങൾ വഴി കടത്തി വിടുന്നത്. ഇവനൊരു പ്രൊപ്പഗൻഡയും ചെയ്തിട്ടില്ല. അവൻ എന്തോ ഒരു കാര്യം പറഞ്ഞ തെറ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു ഡിസ്കസ്റ്റിംഗ് കാര്യമാണ്. അതെ, പറഞ്ഞത് ഡിസ്കസ്റ്റിംഗ് കാര്യമാണ്. അത് എല്ലാവർക്കും ഒരേ മാതിരി എടുക്കാൻ പറ്റില്ല. ഒക്കെ ശരി, ഒക്കെ സമ്മതിച്ചു. അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞു. അവിടെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, വർഗീയത പറയില്ല. പക്ഷെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഈ കമന്റ്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോ ഞാൻ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു. കാരണം എനിക്കിന്നത് ഫേസ്ബുക്കിലെ ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടിയാവും. നമ്മൾ ഇത്ര ഒരു പ്രശ്നമുള്ള സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഭയങ്കര അൺസെക്യൂർഡ് ആണോ വരുന്ന ഒരു ഫീൽ. ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത കാരണം എന്തൊരു അവരങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു റീലിൽ തന്നെ നമ്മുടെ ഒരു റീല് വൈറലാവണ തുടക്കത്തിലെ നമ്മളത് ഒഴിവാക്കി മോദിജീനെ പറ്റി പറയുന്ന ഒരു റീലുണ്ട്. അതിൽ വരുന്ന കമന്റ്സ് ഒക്കെ തന്നെ ഇതാണ്. നമുക്കത് ഈസിലി എന്താ പറയണ, രാഷ്ട്രീയം രാഷ്ട്രീയമായി പെട്ടെന്ന് കയറി കൊടുത്തും അതുപോലെ തന്നെ കയറി കൊടുത്തുന്നതാണ് മതവികാരം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കാൽ വ്രണപ്പെടാവുന്നതുള്ളൂ ഈ മതവികാരം. അത് യൂട്ടിലൈസും ചെയ്യുന്നുണ്ട് ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ, അല്ലാണ്ട് മതം, പൊളിറ്റിക്സ്. അതെ, മൂപ്പർക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ട്. ഇന്ത്യയുടെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കൾച്ചറലി എന്താ പറയണ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഭയങ്കര എന്താ പറയാ, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. നമ്മുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ശിബായി ലഹളനെ പറയുന്നത്. ഈ ശിബായി ലഹള എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് പറയൂ? അത് എന്താ പറയുക, നമ്മുടെ ദേശീയ ബോധത്തിൽ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തതല്ല. അതിന്റെ മെയിൻ റീസൺ ഞാൻ വായിച്ചറിഞ്ഞതാണ്. ഇതിന്റെ ഒത്തന്റിസിറ്റി ഒന്നും എനിക്കറിയില്ല. അത് ശിബായി ലഹളയുടെ വേരിയസ് റീസൺസ് ഉണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ബുള്ളറ്റ്സ് കൊണ്ടുവന്നിരുന്നത്, അതായത് വെടിയുണ്ട ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നത് ഒരു പ്രത്യേക ഒരു സാധനത്തിലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈർപ്പം വരാൻ പാടില്ലല്ലോ. പണ്ടത്തെ മറ്റേ ഇത് നിറച്ചിട്ടുള്ള വെടിയുണ്ട അങ്ങനെ എന്തോ പഴയ സാധനം. ഈർപ്പം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പശുവിന്റെ നെയ്യിലാണ് ഈ സാധനം പൊതിച്ചിരുന്നത്. ഈ സാധനമാണ് ട്രിഗർ ചെയ്തിട്ട് ശിപായികള് ഇന്ത്യക്കാരാ, അതായത് ബ്രിട്ടീഷ് ആർമിയിൽ ചോദിക്കുന്ന ശിപായികൾ ഇന്ത്യക്കാരാ. ഈ സാധനം ട്രിഗർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശിപായി ലഹള ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ശിപായിമാരെന്ന് പറഞ്ഞാൽ മറ്റേ കോൺസ്റ്റബിൾമാരെന്ന് പറയും. കോൺസ്റ്റബിൾമാര് ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയബോധം. അന്ന് ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഈ ഒരു കൾച്ചറലി നമ്മളെ പ്രൊവോക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പ്രൊവോക്കിങ് വന്നതുകൊണ്ട് ഭാഗമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. അതിനെ പിന്നീട് പലതരത്തിലെടുത്ത് ഈ ബ്രിട്ടീഷുകാരോട് എതിരായിട്ടുള്ള ആദ്യത്തെ ചെറുത്തുനിൽപ്പാണെന്നുള്ള കൺസിഡറേഷനിലൊക്കെയാണ് പിന്നീട് അതിനെന്താക്കിയത്, ആ ഒരു ഫ്രീഡം ഫൈറ്റിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ അതിനൊന്നും എന്താ പറയണ, നമ്മുടെ ദേശീയബോധത്തിൽ ഉൾക്കൊണ്ടിട്ട് നമ്മള് യുദ്ധം ചെയ്തതൊന്നുമല്ല. അതേപോലെ പണ്ടത്തെ ഈ ഝാൻസി റാണിയുടെ കേസ് പറയില്ലേ, ഝാൻസി റാണി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിട്ട് തിരിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു റൂൾ കൊണ്ടുവന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന റൂളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നല്ലോ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യയിലെ. അവരെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളില്ലാത്ത, അതായത് സ്വന്തം ചോരയിൽ പറക്കാത്ത മക്കളില്ലാത്ത രാജാക്കന്മാരല്ലെങ്കിൽ അവരുള്ള ആളുകൾക്ക് രാജ്യം കൈമാറാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, ഈ കമ്പനിയായിട്ട് കൂട്ടിച്ചേർക്കണം. നാട്ടുരാജ്യങ്ങളാണല്ലോ. ഝാൻസി റാണിക്കാണെങ്കിൽ എന്താ പറഞ്ഞ എടുത്തു വളർത്തി അഡോപ്റ്റ് ചെയ്ത ആളായിരുന്നു. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഝാൻസി റാണിയുടെ സ്വത്ത് അഡോപ്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, അത് കമ്പനിക്ക് പോകും. അപ്പൊ ഝാൻസി റാണി എന്താ എതിർത്തു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടായിരുന്നു. ദേശീയബോധമൊക്കെ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും സമയമില്ലെങ്കിൽ ഒരു എന്താ പറയണ ഒരു ഓർഗനൈസേഷൻ രീതിയിലും ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സും അതൊക്കെ പിന്നീട് വരുന്നത് എപ്പോഴാണ്, അതായത് ആളുകൾക്ക് അറിവ് കിട്ടുമ്പോഴാണ്. പുസ്തകങ്ങൾ വായിക്കുമ്പോ എന്താ പറയണ, ക്ലാസ്സുകൾ കൊടുക്കുമ്പോ, ഇപ്പൊ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് എന്താ പറയുക, ഗ്രൂമിങ് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ദേശീയബോധമൊക്കെ വന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മൾ തിരിച്ചു പുറകിലോട്ട് പോവാം അല്ലെ. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നമ്മൾ വീണ്ടും ഇതൊക്കെ ഭയങ്കര കൂടിയില്ലേ. ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാക്കാണ് ഇൻടോളറൻസ്, അസഹിഷ്ണുത. ഇപ്പോഴും അത് തന്നെ, അത് നീണ്ടു നിന്ന് പോവാണ്. ഇപ്പൊ കൂടി സത്യം പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രിഗർ ആവണത്. അതെ, വികാരം ഇങ്ങനെ വ്രണപ്പെടാൻ കാത്തു നിൽക്കുക. അതെ, എന്തൊരു അതും പക്ഷെ ആ ഇതിനകത്ത് എന്താ പറയണ,
പോഡ്കാസ്റ്റ് ഇല്ല, അത് മറ്റേ എനിക്കറിയില്ല അത് സംഭവം അതിൽ ആ ഒരു പെൺകുട്ടി മലയാളി എന്തല്ലേ പെൺകുട്ടി എന്ന് പറയുന്നത് ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെ നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ വരുന്ന വെബ് സീരീസ് ഒന്നുമല്ലല്ലോ കണ്ടിട്ട് റേറ്റ് ചെയ്യാനോ. നമ്മള് എന്താ പറയണേ, നമ്മൾ അതിന്റെ ഭാഗമാകൊണ്ടാണ് പൊളിറ്റിക്സിന്റെ. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ അതൊരു മിസ്കൺസെപ്ഷൻ. അതായത് പൊളിറ്റിക്സ് പറഞ്ഞാൽ എന്താണ്, ഓക്കെ ഞാൻ LDF ആണ് UDF ആണ്, അതല്ല പൊളിറ്റിക്സ്. എനിക്ക് തമാശയായിട്ട് തോന്നുന്നു, എന്തെങ്കിലും കണ്ട് നമ്മൾ രസിക്കാനുള്ള സാധനമാണോ, അല്ലെങ്കിൽ അവസാനം നമ്മൾ 10 റേറ്റിംഗ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള സംഭവം അല്ല. നമ്മൾ ഇൻവോൾവ് ആവേണ്ട ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഇൻവോൾവ് ആവും എന്ന് പറയണം. നമുക്ക് കിട്ടുന്ന, നമ്മൾ ഇടുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, നമുക്ക് കിട്ടുന്ന മിനിമം വേജ്, ഇതെല്ലാം പൊളിറ്റിക്സ് അല്ലേ, അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമല്ലേ. നമ്മളിപ്പോ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ നമ്മളെല്ലാവരും കോർപ്പറേറ്റ്സ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഈ കോർപ്പറേറ്റ് റൂള് മോഡേൺ സ്ലേവറി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. നമ്മൾ മറ്റേ കൺസെന്റ് ഒപ്പിടുമ്പോ എല്ലാത്തിനും മോഡേൺ സ്ലേവറി ആക്ട് കൊടുക്കും. ഈ ആക്ട് ഒക്കെ വന്നത് എപ്പോഴാണ്? ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഈ പാരീസ് കമ്മ്യൂൺ ഈ എംപ്ലോയീസ് ഒത്തുചേർന്നതും സമരം ചെയ്തതും എംപ്ലോയി റൈറ്റ്സിന് വേണ്ടി, ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഇതേ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറയാ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല. ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജോലി വന്നതും. ഒരു എംപ്ലോയി, ഇപ്പൊ എംപ്ലോയി ബോർഡുകളെല്ലാം കോർപ്പറേറ്റിലും ഉണ്ടാവും, എംപ്ലോയിക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാവും, എംപ്ലോയർക്ക് അസോസിയേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് സെവറൻസ് പേ വേണം, നമുക്ക് ഗ്രാറ്റുവിറ്റി, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്കുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. നമ്മളിപ്പോ ഒരു കോർപ്പറേറ്റ് ടാഗ് ഇട്ട് നമ്മൾ ഓഫീസിൽ പോവാ, JP Morgan അല്ലെങ്കിൽ PwC ഇതുപോലെ കുറെ ഓഫീസിൽ പോയിട്ട് നമ്മൾ പറയും ഞങ്ങൾ പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സ് ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്താ ഇതെല്ലാം കിട്ടിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്ക് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല ഇത്. അപ്പൊ ഈ തലമുറ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്, അത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഭാഗമാണ്. ഡെമോക്രാറ്റിക് കൺട്രിയിൽ സ്പെഷ്യലി ജീവിക്കുമ്പോൾ പൊളിറ്റിക്സ് ഉണ്ടാവേണ്ട, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. ഒബ്വിയസ്ലി അത് നമ്മുടെ എല്ലാ ചോയ്സസും ഒരു പൊളിറ്റിക്സ് ആണ്. അതെ, ഒരു പൊളിറ്റിക്കലി നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോർത്ത് ഇന്ത്യൻ പയ്യൻ അവളത് പറഞ്ഞപ്പം കേരള സാർ 100% അത് മനസ്സിലാക്കാൻ ഉള്ള ബോധം കുറെ മലയാളികൾക്കില്ല. നമുക്ക് വേണപ്പെട്ടു അത്. നമ്മൾ എന്നിട്ട് അത് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ ഭയങ്കര കേരള എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൈഡ് വെക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ്, നമ്മളിങ്ങനെയാണ്, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് ബെസ്റ്റ് ഹെൽത്ത് കെയർ ഉണ്ട്. നമുക്ക് എന്നിട്ട് ആ ഒരു ജോക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അവിടെ പോയിട്ട് വലിയ എല്ലാ ക്രിയേറ്റേഴ്സും പോയി അവൻ റൈറ്റ് ആണെന്ന് കാണിക്കാൻ. അതെ, എക്സാക്ട്ലി. അതെ, അപ്പോ അവനൊരു ജോക്ക് പറഞ്ഞു, അതിൽ ഒഫൻഡഡ് ആയി. നമ്മള് ഇത്രയും ഒരു പ്രബുദ്ധരായ ജനങ്ങളാന്ന് പറഞ്ഞത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാത്ത അവനും രാഷ്ട്രീയമുണ്ട്, നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നവനും രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ള ആളുകളാണ് നമ്മള്. അപ്പൊ നമ്മള് പറയും, നമ്മൾ അന്നാ പറയണ നമ്മൾക്ക് എതിരായി സംസാരിച്ചു എന്നാ പറയണ, കേരളീയർക്ക് എതിരായിട്ട് അവൻ സംസാരിച്ചിരുന്നു. പക്ഷെ അവൻ എന്താ പറഞ്ഞത് ശരിക്കും ട്രിഗർ ആവേണ്ട യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇവനെന്താ ഈ പെണ്ണെന്താ ഈ ഇങ്ങനെ പറയണെന്നാണ് ചോദിച്ചത്. എന്നിട്ട് കേരളത്തിന്റെ പവർ കാണിക്കാൻ വേണ്ടി പ്രബുദ്ധ മലയാളികൾ പോയി കമന്റ് ഇട്ട് തെറി വിളിച്ച് കേരളത്തിൽ ഇതുണ്ട് നിനക്ക് എന്തുണ്ട് എടുത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അടി കമന്റ്, ആ ഒരു ട്രെൻഡിന്റെ കൂട്ടത്തിൽ കേറുക. ചിലരൊക്കെ ഐഡിയ ഉണ്ടോ പൊങ്കാലിടട്ട്, പൊങ്കാലിടലൊക്കെയാണ്. ഈ പണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു, അറക്കൽ തറവാട് അങ്ങനെ എന്തോ. ഈ വാട്സപ്പ് വന്ന സമയത്ത്, ഗ്രൂപ്പൊക്കെ വന്ന സമയത്ത് ഇതുപോലെ പൊങ്കാലിയുടെ കേസ് പറഞ്ഞപ്പോൾ ഇവന്മാര് കൂട്ടത്തോടെ വന്ന് ഗ്രൂപ്പിലും കയറി ഗ്രൂപ്പ് എന്തോ അലമ്പാക്കിയിട്ട് അവന്മാര് പോകും. അവരിപ്പോഴും ഉണ്ട്. ഇപ്പൊ വീണ്ടും കുറെ നാള് പോയിട്ട് വീണ്ടും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അറക്കൽ തറവാടെന്ന് പറയും. അവര് പെട്ടെന്ന് ഗ്രൂപ്പ് ലിങ്കോ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ട് ഗ്രൂപ്പിൽ മൊത്തത്തിൽ കയറിയിട്ട് ഗ്രൂപ്പ് നശിപ്പിച്ചു. അതേ സ്കീം തന്നെ. അതെ, നമ്മള് അഭിമാനം കൊള്ളുന്ന പല കാര്യത്തിലും നമ്മൾ ശരിക്കും അതിലൊരു നമുക്കൊരു ഇതും ഇല്ലാത്ത കാര്യങ്ങളാ, നമുക്കൊരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത കാര്യങ്ങളിൽ അഭിമാനം കൊണ്ട് അതെ ഇമോഷണലി പൊളിറ്റിക്കലി കുറെ പുതിയ തലമുറയുടെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത്തരം ഡ്രഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും ഇതെല്ലാം ചർച്ച ചെയ്തു. പക്ഷെ ആ പുതിയ തലമുറയിലെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന സാധനം, റോങ് ആയിട്ട് കണ്ടേക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരാഷ്ട്രീയവാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ, ഞങ്ങൾക്ക് അതിൽ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം ആളുകൾ പോകുന്നത്. എന്ന് വെച്ചാൽ അരാഷ്ട്രീയവാദം എന്ന് പറയണത് രണ്ട് പൊളിറ്റിക് വിങ് ഉണ്ടല്ലോ, അതായത് എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക് വിങ്, ഹിറ്റ്ലറും ഇവരൊക്കെ ഉപയോഗിച്ചിരുന്ന എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക് ഐഡിയോളജി,
അതിനേക്കാളും ദോഷമാണ് രാഷ്ട്രീയവാദം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഇവർക്ക് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്. പൊളിറ്റിക്കലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, നീ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് സമരം ചെയ്യാൻ പോകുന്നതും പാർട്ടിക്ക് കൊടി പിടിക്കുന്നതും നേതാവിനെ ജയ് വിളിക്കുന്നതാണ് രാഷ്ട്രീയം എന്നാണ്. അതല്ല രാഷ്ട്രീയം. ആ പൊളിറ്റിക്കലി ഇല്ലിറ്ററേറ്റ് ആളുകൾക്ക് പൊളിറ്റിക്കൽ വിദ്യാഭ്യാസം കൊടുക്കുക, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. പണ്ട് ഇഷ്ടംപോലെ തമാശകൾ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ മലയാള സിനിമയിലും കോമഡി സ്കിറ്റിലും ഒക്കെ, നിറത്തിന്റെ ബേസിലും പൊക്കമില്ലാത്തതിന്റെ ബേസിലും എന്തൊക്കെയാ പറഞ്ഞേ, അതിലിപ്പോ രമേശ് പിഷാരടി വന്നിട്ട് മാപ്പ് പറഞ്ഞു കുറെ നാള് മുന്നേ. ഞാൻ അന്നൊന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ റോങ് ആണെന്നുള്ളതൊക്കെ. പക്ഷെ അന്ന് ഞാൻ ചെയ്തിരുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണെന്നുകൊണ്ട് പുള്ളി മാപ്പ് പറഞ്ഞു. അതേപോലെ ഈ ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, സ്റ്റാർ മാജിക്, ബിനു അടിമാലി, അതൊക്കെ പറയണ തമാശ കേട്ടിട്ടുണ്ടോ? അതൊക്കെ തമാശയായിട്ട് തോന്നാം. ആരാ ചിരിക്കല്? അതെ, അവര് പൈസ കൊടുത്ത് ആരും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേമാതിരി എന്ത് തമാശയാണ് പറയുന്നത്, അത് എൻജോയ് ചെയ്യുന്ന മലയാളികളുണ്ട്. അവർക്ക് മറ്റേതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഈ ഒരു തമാശ കണ്ട് കൈയടിച്ച് ഒരു പെണ്ണിനെ എപ്പോഴും ഉള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 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 മിഡിൽ ഏജ്ഡ് ആളുടെ ഒരു ഗ്രൂപ്പാ വിചാരിക്കുക. അവരെ മെയിൻ തമാശ എന്താ അറിയോ? ഭാര്യനെ കളിയാക്കുക. ഭാര്യ ഇതാണ്, ഭാര്യക്ക് ബുദ്ധില്ല, അത് പറഞ്ഞിങ്ങനെ ചിരിച്ച് ആ സാധനം വുമൺ ആ സാധനം, അതെന്തോ ഒഫെൻസീവ് ആയിട്ടുള്ള സംഭവം. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ജീവിക്കണം. അതിലൊന്നും അവർക്ക് കറക്ഷൻ വരുത്തണ്ട. പടം ഉണ്ടല്ലോ, ആക്ഷൻ ഹീറോ ബിജുവിൽ ആ സീൻ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഞാൻ അന്നും ചിരിച്ചിട്ടില്ല, ഇന്നും ചിരിക്കണില്ല അത് കണ്ടിട്ട്. അതൊക്കെ തമാശയായിട്ട് ഉൾക്കൊള്ളിച്ചിട്ട് അതിന് പുള്ളിക്കാരന് ഒരു കമന്റും പറഞ്ഞിട്ടില്ല. അതിന് ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ മാറ്റി നിർത്തിക്കോട്ടെ, ആ ഒരു സാധനം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്നത് എന്താ, അവര് ഈ സാധനം കൊടുക്കുന്നത് എന്താ, നിറം വാങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് എന്താ പ്രേമിക്കാൻ പറ്റാത്ത ആളാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്. അതൊക്കെ തമാശയാണോ? എനിക്ക് ഞാൻ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടോ തമാശയായിട്ടുണ്ട്? എനിക്ക് ചിരി വന്നിട്ടില്ല, ഇപ്പോഴും ചിരി വരാറില്ല. ഒരു തമാശയില്ല. അയാളെ നമ്മൾ കളിയാക്കല്ല. അയാളെന്താ പറയണ, തമാശ എന്നല്ല അതിനെ പറയണ. ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്, ഒരു ഒഫൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരാളെ ചിലപ്പോൾ അയാളെ പേഴ്സണലി എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെ, മെന്റലി ട്രിഗർ ആവും. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ മെലിഞ്ഞിട്ടായിരുന്നു, ഈ വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ തോട്ടിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എനിക്കൊന്നും ട്രിഗർ ആയിട്ടില്ല, പക്ഷെ അങ്ങനെ ട്രിഗർ ആവുന്ന ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഒഫൻസ് ആണ്, അത് തിരിച്ചറിയണം. പുതിയ തലമുറ ആളുകൾ വീണ്ടും അത്രയില്ല. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഇതേ പറഞ്ഞ പോലെ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. അവിടെ നമ്മളെ കുറെ ആൾക്കാർ പല രീതിയിലും കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രിഗർ ആയില്ല, പക്ഷെ അങ്ങനെ ട്രിഗർ ആവുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഒരേമാതിരി എടുക്കണമെന്നില്ല, ഒരേപോലെ എടുക്കണമെന്നില്ല. ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്, ചിലവർക്ക് അതൊരു സന്തോഷം. ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എന്താ നീ അവിടെ കഴിക്കണേ, തടിച്ചല്ലോ. നമ്മുടെ വീഡിയോസിലൊക്കെ കുറച്ച് ആൾക്കാരോട് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടും ഉണ്ട്. പിന്നെന്താ പറയാ, ഇപ്പൊ നാട്ടില് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് ഫിസിക്കലി ഒരു മാറ്റം നേരും, അവർക്ക് ഇത് പറയണം, അവർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ശരിയാ. ആ തടിച്ചല്ലോ, കറുത്തല്ലോ, മുടിയൊക്കെ പോയല്ലോ ആ ഒരു സംഭവം പറഞ്ഞു പോയി. പക്ഷെ നമ്മളത് ഹിറ്റ് ചെയ്തോണ്ട് ഇനി തടിച്ചോ പല രീതിയിലൂടെ നമ്മുടെ മൈൻഡ് പോകും. ഞാനും കൊറേ കേട്ടായിരുന്നു ഇങ്ങനെ ഡയറ്റ് തുടങ്ങണം, നീ ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മളെടുത്തും പറഞ്ഞായിരുന്നു. ഇങ്ങനെ പറയുമ്പോ നമുക്കും ഇത് നമ്മളിങ്ങനെ കേൾക്കില്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കില്ലേ. അപ്പൊ ഞാനും ചില ആൾക്കാർ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഞാൻ തിരിച്ചെന്തേലും പറയലോ, നിങ്ങൾ ക്ഷീണിച്ചല്ലോ നന്നായിട്ട്, അങ്ങനെ തിരിച്ചൊന്നും കൊടുക്കില്ല. അല്ലാണ്ട് ഇത് സ്റ്റോപ്പിന് അവരൊരിക്കലും ഇഷ്ടമില്ല. എനിക്ക് തോന്നുന്ന ചില ഒരു കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊന്ന് ക്ഷീണിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമ്മള് മെലിഞ്ഞു പോയി, അല്ലെങ്കിൽ തടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം കൂടി. അല്ലല്ല, അങ്ങനല്ല, തടി ഒരു സൗന്ദര്യമായിട്ടുള്ള ഇതുണ്ട്. അങ്ങനെയൊക്കെ അത് പണ്ട് നന്നായിരിക്കണം. ഈ ഗൾഫിലും ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയി വരുന്ന ആമ്പിള്ളേരുടെ റൈസ് പറഞ്ഞു, അവന്മാര് തിരിച്ചു വന്നു കഴിയുമ്പോ അത്യാവശ്യം വയറൊക്കെ ഉണ്ടെങ്കിൽ അവൻ നല്ല രീതിയിലാ കൺസെപ്റ്റ്, രക്ഷപ്പെട്ടു വയറൊക്കെ ചാടി. ഇപ്പൊ അങ്ങനെയല്ല, പക്ഷെ അവൻ വയറൊക്കെ ചാടി, ഇപ്പൊ അവനല്ലേ ചെക്ക് ചെയ്യണം. അതെ,
എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ നോക്കണം. എന്തൊക്കെ നോക്കണം അല്ലേ? ഇപ്പൊ ഒരു സാധാരണ ഫംഗ്ഷന് പോകാൻ പേടിയാ. നൈറ്റ്മെയർ ആണ്. അവിടെയാണ് ഇങ്ങനത്തെ ചർച്ചകൾ കൂടുതൽ. മേഘ പറഞ്ഞ കാണുമ്പോഴേ അത് പറഞ്ഞിട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൺവെർസേഷൻ സ്റ്റാർട്ടറാ. ഇന്ന ആളുടെ മോള് വന്നിട്ട് അവളുടെ കോലം കാണുന്ന എന്റെ പൊന്നു. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ ഈ കല്യാണ ചെക്കനെയും പെണ്ണി ഇരുന്ന് ജഡ്ജ് ചെയ്യാ. ഇതൊക്കെ 6 വർഷം കഴിച്ചിട്ട് ചിക്കൻ ഹൈറ്റും ഇല്ല, പെണ്ണിന് തീരെ പൊക്കില്ല, നിറമില്ല. ഒരുപാട് സ്വർണ്ണം ഇട്ടാലും അവിടെ പ്രശ്നം. എത്ര സ്വർണ്ണമായിട്ട് പ്രശ്നം. പിന്നെ കമ്പയറിങ് മറ്റേ ഇളയവൾക്ക് ഇത്രയും കിട്ടി, ഇവൾക്ക് കിട്ടിയിട്ടൊന്നും കാണുന്നില്ലല്ലോ ഉള്ള ഇതില്. ഇങ്ങനെയൊക്കെയാണ് ഒക്കെ സോഷ്യൽ സ്റ്റാൻഡേർഡ്സിലെ ഒക്കെ മാറുന്നു, പക്ഷെ മാറില്ല. ഇത് ആക്ച്വലി ഇത് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കണം, ഒരാളിൽ നിന്ന് കൂടാണ് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ആലോചിച്ച് നോക്ക്. ശരിക്കും നമ്മള് ഈ ജെൻസിയുടെ ബ്ലെയിം ചെയ്യാൻ പറ്റുമൊക്കെ തുടങ്ങി നമ്മുടെ വാട്ട് എവർ ഇതിന് മുന്നുള്ള ജെൻസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ തലമുറയ്ക്കും ഉള്ള പോലത്തെ പ്രശ്നങ്ങള് ഈ തലമുറയ്ക്കും ഉണ്ട്. പിന്നെ ഈ തലമുറയുടെ ഈ കാലഘട്ടത്തിൽ വന്നേക്കുന്ന ടെക്നോളജിയും അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അനുസരിച്ചിട്ട് പ്രശ്നങ്ങളുടെ രീതികൾ മാറിയുന്നുണ്ട്. പ്രശ്നങ്ങൾ എല്ലാ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ല ഇപ്പൊ ഉള്ളത്. അതിന്റെ ടേംസ് അല്ലെങ്കിൽ ടൈപ്സ് മാറി എന്ന് പറയാം. പിന്നെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയും ന്യൂസസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം പൊങ്ങി വന്നു. മറ്റേത് അങ്ങനെ അങ്ങനെ ആരും അറിയാണ്ട് തീർന്നു പോയി. ഈ LGBT ഇഷ്യൂ തന്നെ പറയണ പണ്ട് ഇതൊക്കെ വലിയ ക്രൈം അല്ലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നമ്മള് തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവൻ ഗേ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കും ഇല്ലേ? പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ സോഷ്യലി എന്താ പറയണ കുറച്ചും കൂടി അറിവ് കിട്ടി വന്നു കഴിയുമ്പോ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇത് തെറ്റായിട്ടുള്ള കാര്യമല്ല, അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ അടുത്ത് എനിക്ക് ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എന്നോട് ഒരാള് പേഴ്സണലി അയാൾ കുറച്ച് അയാളെ ചിന്താഗതിയൊക്കെ ആരാന്നും പറയില്ല, അവര് ഭയങ്കര ഒഫെൻസീവായിട്ട് എല്ലാരും കളിയാക്കണം അങ്ങനത്തെ ഒരാളായിരുന്നു. ഇപ്പൊ അടുത്ത് അയാൾ ഇന്നെ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അവര് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഒരാളെ കണ്ടു, അയാൾക്ക് കുറച്ച് ഒരു ഫെമിനിൻ ബിഹേവിയർ ഉണ്ട്. അപ്പൊ അയാൾക്ക് ഭയങ്കര ഇങ്ങനത്തെ ആൾക്കാരെ പണ്ട് ഒരു വേർഡ് വെച്ച് കളിയാക്കി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് ഞാൻ പറയില്ല എന്താണെന്ന്, അത് വെച്ച് കളിയാക്കുന്ന ആളാ. അവര് പറഞ്ഞു അങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നി ശരിയല്ലേ, അവരുടെ എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു, അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരിങ്ങനെയാണ്, അവർക്ക് ജനിച്ചപ്പോ തൊട്ട് അവരിങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനെ അവരെ മാറ്റി നിർത്തുക, കുറ്റപ്പെടുത്തുക, കളിയാക്കുക എന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞപ്പോ എനിക്കിങ്ങനെ തോന്നി, ഓ ശരിയാണ്, ഇത് പേഴ്സണലായിട്ട് വരുമ്പോഴേ ഇതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരാളെ കണ്ട് സംസാരിച്ചു, അയാളുടെ പേഴ്സണൽ ട്രോമാസ് എന്താന്നൊക്കെ മനസ്സിലായി, അയാൾ ജീവിച്ച പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ വിചാരിക്കും ഓ എന്തിനാണ് അയാൾ ഇതിലൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകള് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന 2 ജെൻഡർ ഉള്ളൂ, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അങ്ങനെയാണ്. പക്ഷെ ഈ ഹോർമോണൽ വേരിയേഷൻ വന്നിട്ട് ആളുകൾക്ക് വരുന്ന മാറ്റങ്ങൾ ദൈവം ഉണ്ടാക്കിയതല്ലേ, മനുഷ്യനുണ്ടാക്കിയതൊന്നുമില്ലല്ലോ. ഇപ്പൊ MDMA കേസ് പറഞ്ഞ പോലെ MDMA മനുഷ്യനുണ്ടാക്കിയതാ, ഇത് ദൈവം ഉണ്ടാക്കിയത് തന്നെയല്ലേ. ഈ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും പല വിശ്വാസമാണല്ലോ, ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അതും ദൈവം ഉണ്ടാക്കിയതാണ്. ഹോർമോണൽ വേരിയേഷൻ വിശ്വസിക്കുന്ന ആൾ ചിന്തിച്ചൂടെ, അതും എന്തിനെ മാറ്റി നിർത്തി മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതായിരിക്കില്ല. പക്ഷെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജർമ്മനിയിലും ഇവിടെയൊക്കെ പോളണ്ടിലൊക്കെ കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ടായത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്ന പൂച്ചയായിട്ടാണ്. മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ് കൊടുക്കണം. ഞാനത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ. അത് വെച്ചിട്ട് ഇതിന്റെ ഹോൾ കമ്മ്യൂണിറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എല്ലാത്തിലും എക്സ്ട്രീമിസം ഉണ്ട്. അതൊക്കെ പറഞ്ഞ ഈ ഒരു ഐഡിയോളജിയുടെ എക്സ്ട്രീമിസം ആണത്. റിലീജിയൻസിൽ പോലും അതിന്റെ എക്സ്ട്രീമിസം ഉണ്ട്. നാട്ടിലൊരു കൊലപാതകം നടന്നില്ലേ, പൂജയ്ക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് ഒരു സ്ത്രീയുടെ കൊന്നില്ലേ. അപ്പൊ അത് റിലീജിയസിലും എക്സ്ട്രീമിസം ഉണ്ട്. നരബലി നടന്നത് തലമുറയിലെ ആളുകളാണ്. അതെ അതെ ക്രൈമുകളും നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മറ്റേ ഗ്രീഷ്മയുടെ സംഭവം അതും എന്താ പറഞ്ഞ ഈ പുതിയ തലമുറയാണോ? അല്ല, ഒരുപാടുണ്ട്. നമ്മള് ക്രൈംസ് എല്ലാ തലമുറയിലും സംഭവിക്കുന്നുണ്ട്, നമുക്ക് അടച്ച് ആക്ഷേപിക്കാൻ പറ്റും. പിന്നെ പക്ഷെ ഇതൊരു ട്രെൻഡ് ആകുമ്പോ അവരുടെ പറയാന്നുള്ളത് അതെ. അപ്പൊ പുതിയ ജനറലൈസ് ചെയ്യും. ഈ LGBT ഇഷ്യൂ തന്നെയാണ് ഇത്. പണ്ടത്തെ ഉള്ള ആളുകൾക്ക് ഇത് പുറത്തു പറയാൻ പേടിയായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെയാണ്, അത് എങ്ങനെ കാണും എന്നുള്ള രീതി കൊണ്ട് അവർക്ക് പറയാനുള്ള. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ തലമുറകൾക്ക് എന്താണ്, അത് പറയാം, വിഷയമില്ല. ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, പേരൊന്നും ഞാൻ പറയാനില്ല. അവൻ ഇതാണ്, ഗേ ആണ്. പക്ഷെ അവന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനാണ്. അവന്റെ സ്റ്റേജിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരു ക്രൗഡ് ഹാൻഡിൽ ചെയ്യാനും
ഒരു കോർപ്പറേറ്റ് മീറ്റിംഗ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ കിടിലാണ്. ഇവന്റെ പെർഫോമൻസ് അവൻ ഇങ്ങനെ ആയതുകൊണ്ട് കുറവ് വരുന്നില്ല. അവൻ കോർപ്പറേറ്റിൽ നല്ല കോർപ്പറേറ്റിൽ PwC പോലുള്ള കോർപ്പറേറ്റിൽ അവൻ വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ലാണ്ട് അവന്റെ ജോലി ചെയ്യുന്നു, അവന്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നു, അവന് ബോണസ് കിട്ടുന്നു, അവന് അപ്രിസിയേഷൻ കിട്ടുന്നു, അവൻ കമ്പനീനെ ബ്രാൻഡ് ചെയ്യാൻ മറ്റു കോർപ്പറേറ്റുകളിൽ പോയി അവൻ ഇവന്റ് നടത്തുന്നു. ഇതേ ഒരു സാധനം നമ്മുടെ ഇന്ത്യയിലൊന്നും ചിന്തിച്ചു നോക്കി. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. നമ്മള് ഒരാളോടും എന്തിനാ വെറുതെ. അവർക്കും ജീവിക്കണ്ട. ഇപ്പൊ ഇങ്ങനത്തെ കുറെ ആളുകള് ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവല്ലോ, അവരുടെയൊക്കെ മീൻസ് പേജില് കമന്റ്സ് പോയി എന്ത് മോശമായിട്ടാണ് ആൾക്കാർ. നമ്മുടെ നാട്ടിലെ കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ്സിൽ കാണാം. അവർക്കും ജീവിക്കണ്ട, അവർക്കും സൊസൈറ്റി ഇല്ലേ അത്. എന്തിനാ വാശി പിടിക്കുന്ന ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണ്ട. ജസ്റ്റ് ബി ലൈക്ക് നോർമൽ. ഇതൊരു നോർമലാണ്. എന്തിനാണ് സ്പെഷ്യൽ ആയിട്ട് കൺസിഡറേഷൻ കൊടുക്കുന്നത്? വേണ്ട, അത്ര മതി. ആ ഒരു സിംപ്ലിസിറ്റി മതി. റൈറ്റ്? അതെ, അത് ശരിയാ. ചെയ്യുന്നില്ലല്ലോ അവര്. അത് നമ്മളുടെ സൊസൈറ്റിയിൽ അത് കൊണ്ടുവരാനുള്ള ബുദ്ധി. ഇവിടെയൊക്കെ ഓൾറെഡി അത് നോർമലാണ്. ഇവിടെ നമ്മുടെ ടീമിലുണ്ട് ഇതേമാതിരി നിങ്ങളുടെ ടീമിലുണ്ട്. അപ്പൊ നമ്മുടെ ടീമിലുള്ള വേറൊരു ഇന്ത്യക്കാരൻ ഇവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോ ഇങ്ങനെ കണ്ണോണ്ടൊക്കെ ആക്ഷൻ കാണിക്കും. അല്ലേ, നമുക്കറിയില്ലേ? നമ്മുടെ കമ്പനി ബാങ്കിലുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരി, ജെൻഡർ മാറി, പേര് മാറി. പുള്ളിക്കാരി സ്ത്രീയായിരുന്നു, പുരുഷനായി. തുടക്കത്തിൽ പുള്ളിക്കാരിക്ക് എന്തോ ഹോർമോണൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്, മാറ്റാനും സംഭവം അക്സെപ്റ്റ് ചെയ്യാനും. അതെ, പിന്നെ പ്രൈഡ് വീക്ക് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ നാട്ടില് എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു കൺസെപ്റ്റ്, ഈ പ്രൈഡ് എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ കൾച്ചറായിട്ട് മൈൻഡ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സംഭവമാണ് അത്ര. അങ്ങനെയാണ് പറയണത്. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ്. പക്ഷെ എക്സ്ട്രീമിസ്റ്റിലൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഒരു ഫാമിലിയിലൊക്കെ ഇങ്ങനെ ഒരു എക്സ്ട്രീമിസം ഒക്കെ ഉണ്ടാകുമ്പോ, ഇപ്പോ ഈവൻ ദോ ഇവര് LGBTQ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും എക്സ്ട്രീമിസം ഉണ്ടാകുമ്പോ ഈവൻ ദോ ഫാമിലിക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ചു നോക്കി, ഇപ്പൊ ട്രംപിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് US ആണ്. നമ്മള് പല US നിന്നാണ് വരുന്നത് അല്ലെ, ഈ MDMA അടക്കം US നിന്നാണ് വരുന്നത്. അപ്പൊ അവരിപ്പോ ഒരു 2 ജെൻഡർ ഒഫീഷ്യൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ക്യാമ്പയിന് ഒരു പ്രത്യേക ക്യാമ്പയിൻ നടത്തി അയാള് ജയിച്ചു. അയാള് പറയണ ഇപ്പൊ ഒഫീഷ്യലായിട്ട് US ഗവൺമെന്റ് ഇത് ഓർഡർ പുറപ്പെടുവിച്ചെന്ന് വെച്ചാൽ അമേരിക്കയിൽ ആകെ 2 ജെൻഡർ ഉള്ളൂ. ഈ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു എന്തോ പദ്ധതി തന്നെ ഉണ്ടായിരുന്നു US-ൽ. അതിന്റെ ഭാഗമായിട്ട് ജോലി കിട്ടിയാൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അതിൽ ട്രംപിന് വോട്ട് ചെയ്തവരുണ്ട്, ട്രംപിന്റെ ക്യാമ്പയിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയണത് LGBT മാത്രല്ല, അതിൽ സ്ത്രീക്ക് കിട്ടുന്ന അതേ അല്ലെങ്കിൽ പുരുഷന് കിട്ടുന്ന അതേ പ്രാതിനിധ്യം സ്ത്രീക്ക് കിട്ടണം. ഇതെല്ലാം കൂടി വന്നൊരു പദ്ധതിയായിരുന്നു ഡൈവേഴ്സിറ്റി ഈ പറഞ്ഞത്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും LGBT എല്ലാവരും ഉണ്ട്. ഈ അടുത്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 32 വർഷമായിട്ട് 32 വയസ്സിലോ 32 വർഷമായിട്ട് എന്തോ സർവീസിലുള്ള ഏതൊരു ആർമി ചീഫ്, ബ്ലാക്ക് ആണ് പുള്ളിക്കാരി, US-ലുള്ള ആർമിയാണോ ഏതൊരു എന്താ പറയുക ഡിഫൻസീവ് ഇതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു പുള്ളിക്കാരി എന്തോ ആണ്. പുള്ളിക്കാരിയോട് ട്രംപും ഇവരും പറഞ്ഞേക്കുന്നത് ഇതാണ്, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോകാനാണ് പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാൽ പുള്ളിക്കാരി ഇതേ പദ്ധതിയിൽ പോസ്റ്റിൽ വന്നേക്കുന്ന ആളാണ്. പക്ഷെ ഇത് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതേപോലെ സംഭവങ്ങൾ ഇത്രയും എന്താ പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക, അവര് പുറകിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്താ ചെയ്യാ, എന്താണ് നമുക്ക്. പക്ഷെ നമ്മുടെ രാജ്യത്തിലെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് പറയാൻ പറ്റത്തില്ല, നമുക്ക് എന്താ പറയണേ, കുറ്റം പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളിലും നമ്മൾ ഇവരെക്കാളും പ്രോഗ്രസീവ് ആണ്. നമ്മള് ലീഗലാക്കിയതല്ലേ നമ്മുടെ ഗേ മാരേജസിന്റെ ലീഗൽ അല്ല, അത് ഓക്കെ, ഗേ ഈ അടുത്താണോ ഇത്. പക്ഷെ ഈ അബോർഷൻ റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ അബോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ സൊസൈറ്റി പ്രോഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ഗവൺമെന്റ് ഇതുവരെ ഇപ്പൊ മാറി. ഇപ്പൊ കുറച്ചുകൂടി ഇവർക്ക് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ അബോർഷന്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇവർ കൊണ്ടുവരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്, അല്ലാണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ് ആൾക്കാരും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഭയങ്കര ഒരു മൂവ്മെന്റ് ഒക്കെ വന്നിരുന്നു, മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങള് അന്ന് ഞാൻ പറഞ്ഞ ജോം സാർ വന്ന സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യം അത് എന്ന് വെച്ചാൽ നമ്മള് എല്ലാ കൊണ്ടും യൂറോപ്പ് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ഭയങ്കര ഫോർവേഡാണ്. അതുമില്ലേ, അതുകൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയില് ചിലപ്പോ അതും പോപ്പുലേഷൻ മാത്രല്ല, ഇത് പോളണ്ടിന്റെ കേസ് പറയാനുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി റിലീജിയൻ ബേസ് ആണ് അവരുടെ പ്രശ്നം. അവിടെ ഡിവോഴ്സ് ഇവരുടെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്,
പുള്ളിക്കാരി പോളിശ്ശേരി. അപ്പൊ പുള്ളിക്കാരിയുടെ അച്ഛനും അമ്മയും ഡൈവേഴ്സ്ഡ് ആണ്. ഡൈവേഴ്സ്ഡ് ആയ ശേഷം ഇവരിപ്പോ ക്രിസ്ത്യൻസ് അല്ല, സഭയിൽ നിന്ന് പുറത്താക്കുക. അതെന്താ വെച്ചാല് ചർച്ചില് കല്യാണം കഴിച്ചവർക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റൂല, പിന്നെ ലീഗലായി ചെയ്യുമ്പോ അവര് സഭയിൽ നിന്ന് പുറത്താവും. റിലീജിയൻ ഇല്ല. ഇപ്പൊ ഞങ്ങള് പറഞ്ഞിരിക്കുമ്പോ പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്, ഗുജറാത്തിയ. അപ്പൊ ഇവര് കല്യാണം കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഹിന്ദു ആണ്. അപ്പൊ ഇവര് സിവിൽ മാരേജ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഇവള് ക്രിസ്ത്യാനി ഇല്ലല്ലോ, അപ്പൊ ഇവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല. അങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. ഇങ്ങനെ സംഭവം നമ്മൾ നോക്കുമ്പോ ഈ അബോഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യ ഭയങ്കര ഫോർവേഡാണ്. അതേസമയം ഈ അടുത്ത ആ നിയമം മാറ്റിയെന്ന് തോന്നുന്നു. മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന്റെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ആ ലോ വന്നതിന് ശേഷം നാട്ടിൽ ഓയോ കൂടിയത്. പക്ഷെ അത് തിരിച്ച് പോയി തോന്നുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത്, എന്തോ അപ്ഡേറ്റ് തോന്നുന്നുണ്ട്. ഓണർ പറഞ്ഞു ഇനി മാരിഡ് ആയവർക്കോ ആക്ച്വലി അത് ഇത് പറയുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ട്. അതായത് ഇപ്പോ ഞങ്ങൾക്ക് അനുഭവമല്ല, ഞങ്ങള് നാട്ടിൽ പോവാൻ, ഞാനും എന്റെ വൈഫും നാട്ടിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയിരുന്നു, ഇന്ത്യയിൽ പോയിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു അവിടെ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മാരീഡ് അല്ല, അവര് കപ്പിള് മാരീഡ് അല്ല, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാ പോയിരുന്നത്. അപ്പൊ റൂം കിട്ടാൻ ചില സ്ഥലങ്ങളില് റൂം കൊടുക്കുന്നില്ല അവർക്ക്, അങ്ങനത്തെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഓൾറെഡി ഓയോ റൂമോ അങ്ങനെ പല ഹോട്ടലുകൾ ഇവര് അങ്ങനെ ഇതെല്ലാം നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഇതേ സംഭവം ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലുണ്ട്, അപ്പോളോ ഡിമോറ എന്ന് പറഞ്ഞിട്ട്, സ്റ്റാർ ഹോട്ടലാ. ഇതേപോലെ വലിയ സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ പോയി നോക്കിയാൽ അവർ ചോദിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ ചോദിക്കില്ല. അവിടെ അതൊരു വിഷയമല്ല. അത് എലൈറ്റ് ക്ലാസ് ആയത് നമ്മുടെ സ്റ്റാൻഡേർഡ് മാറുമ്പോ അതൊരു വിഷയമല്ല. നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ഒരു 3 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ലോഡ്ജ് സെറ്റപ്പോ അങ്ങനെയൊക്കെ പോകുമ്പോഴേ ചോദ്യങ്ങൾ വരുള്ളൂ. നക്ഷത്രത്തിന്റെ എണ്ണം കൂടുമ്പോ ആ ചോദ്യങ്ങളൊന്നും ഇല്ല. കാർഡ് അങ്ങോട്ട് കൊടുത്താൽ മതി, ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാനുള്ള വേറുണ്ട്. നമ്മള് കിടക്കുന്നില്ല. 1-2 എപ്പിസോഡ് എടുക്കേണ്ടി വരുന്നു. വേറെന്തിനി പറയാണ്ടോ? അപ്പൊ കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ വന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആയിരുന്നു. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ കുറച്ചും കൂടി ഇൻപുട്ട് വന്ന് ഗൂഗിൾ വന്നോണ്ട് താങ്ക് യു ഫോർ കമ്മിങ് ഗൂഗിൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നു പ്രതീക്ഷിക്കുന്നു. എന്തി പറയാണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? സെപ്പറേറ്റ് എപ്പിസോഡ് എന്തി പറയാണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ചർച്ച തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സീരീസ് ഒക്കെ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് സീരീസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ ശരി, പ്ലീസ് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 65% യൂട്യൂബ് സ്റ്റുഡിയോ പറയുന്നത് 65% സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നാണ്. ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ഗൂഗിളിനെ പോലത്തെ പല പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാനും ഇതേമാതിരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ചെയ്യാനും നമുക്ക് ഒരു പ്രചോദനമാണ്. അപ്പോ ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് and see you on next episode. Bye. Thank you. Bye.